സഹോദരന്റെ ഭാര്യയെ ഒരാൾ ഒറ്റക്ക് കാറിൽ കൊണ്ടുവരിക, സഹോദരന്റെ ഭാര്യയെ തന്നെ ഹറാമാണ്, ഖൽവത്ത് ഹറാമാണ്. വിവാഹം ചെയ്യാൻ അനുവദനീയമായ പെണ്ണിനോടുകൂടെ ഒരു വാഹനത്തിൽ ഒരുമിച്ച് കൂടൽ, ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടൽ, ഒരു റൂമിൽ ഒരുമിച്ച് കൂടൽ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. തന്നെ ഹറാം. ഒരു നിർവാഹമില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു വീട്ടിൽ ഒരു അന്യൻ കയറി വരുമ്പോൾ പാലിക്കേണ്ടത്, അത് ഗൗരവമായി ചിന്തിക്കണം. എത്ര വലിയ ഒരു പവിത്രമായ ജീവിത ശൈലിയാണ് ഇവിടെ ഖുർആനും ഇസ്ലാമും കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ശ്രദ്ധിക്കണേ. ഇതൊന്നും ഇപ്പം നമ്മളെ കാലത്ത് ഇല്ലാതെയായിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം നല്ലോണം. യാ അയ്യുഹല്ലദീന ആമനു, മിനിങ്ങളെ, അല്ലാഹുവിനെ പേടിയുള്ളവരെ, വിശ്വാസമുള്ളവരെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത ഒരു വീട്ടിലും നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസു, അവർക്ക് നിങ്ങളുടെ വരവിൽ സന്തോഷമുണ്ടെന്ന് ബോധ്യപ്പെട്ടാലല്ലാതെ. വതുസല്ലിമു അലാ അഹ്ലിഹാ, ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയാതെയും. ശ്രദ്ധിക്കുക, രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ശ്രദ്ധിക്കണേ, ഓടിപ്പോവാ, 100 വിഷയമുണ്ട്, ഓടിപ്പോവാണ്. ശ്രദ്ധിക്കുക. ഒന്ന് സമ്മതം ചോദിച്ചാലും പോരാ, സമ്മതം വാങ്ങണേനെ പറയേണ്ടത്. നിങ്ങൾ അവരിൽ നിന്ന് സമ്മതം വാങ്ങാതെ കയറരുത്. ഇവിടെ സമ്മതം എന്ന പ്രയോഗമല്ല ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഉൻസ് എന്ന വാക്കിൽ നിന്നാണ്, ഇതിന് എന്ന വാക്കിൽ നിന്നല്ല. ഇതിന് എന്നാൽ അവരിൽ നിന്ന് സമ്മതം വാങ്ങുക. ഇവിടെ ഉൻസ് എന്ന വാക്ക. ഉൻസ് എന്നാൽ നിർവൃതി. എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നിർവൃതി, സന്തോഷം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു. ഒന്നാമത്തെ ചിന്തിക്കേണ്ട വാക്ക് ഉൻസ് എന്ന വാക്കിൽ നിന്നാണ്, നിർവൃത്തി, സന്തോഷം. അതായത് ഒരാളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാണ് അനീസ് എന്ന് പറയാ. ശരിക്കും നമ്മളുടെ പേരുണ്ടല്ലോ, എന്ത്? അനീസ്. നിർവൃത്തി നൽകുന്ന ആൾ, കൂട്ടുകാർക്ക് നിർവൃത്തി നൽകുന്ന ആള്, എല്ലാവർക്കും വലിയ മാനസിക സന്തോഷം നൽകുന്ന ആള് എന്നാണ് അനീസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇതേ പ്രയോഗമാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു. നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവർക്ക് സമ്മതം വാങ്ങിയാലും പോരാ, നിങ്ങളുടെ വരവിൽ അവർക്ക് സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാകുന്നു. അനീസ് എന്ന കർത്തൃനാമത്തിൽ നമ്മൾ പറയുന്ന ഉൻസ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ്, അല്ലാതെ ഇതിന് എന്ന വാക്കിൽ നിന്നല്ല ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതല്ല സമ്മതം വാങ്ങുക. ചില പരിഭാഷകളിലൊക്കെ സമ്മതം വാങ്ങുക എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. അത് ഈ ആയത്തിന്റെ പൂർണ്ണമായ പരിഭാഷ അല്ല. എന്തുകൊണ്ട്? സമ്മതം വാങ്ങുക എന്നായിരുന്നു അർത്ഥമെങ്കിൽ നിങ്ങൾ സമ്മതം വാങ്ങണം എന്ന് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അവരിൽ നിന്ന് മാനസിക സന്തോഷം നിങ്ങളെ വരവിലുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതാകുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചങ്ങാതിയുടെ വരവ് പോലത്തെ വരവാണിത് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതേപോലെ തന്നെ അപ്പോൾ കയറി വരുന്ന ആൾ ചങ്ങാതിയാണോ എന്നറിയണമെങ്കിൽ ഇയാൾ സ്വയം പരിചയപ്പെടുത്തേണ്ടതാവുന്നു. നിങ്ങളെ കൂട്ടുകാരനായ, കുടുംബ സുഹൃത്തായ, ഞാലിന്ന ആളായ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായ ഞാലിന്ന ആളാണ് ഈ വരുന്നത് എന്ന് അറിയിക്കേണ്ടതാവുന്നു. അപ്പോഴല്ലേ അവർക്ക് ഈ വന്ന ആൾ
അനീസ് കൂട്ടുകാരൻ, സന്തോഷം നൽകുന്ന ആൾ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെ ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതന ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ. നിങ്ങൾ അവർക്ക് പൂർണ്ണമായി മാനസിക സന്തോഷമുള്ള അവസ്ഥയെ തന്നെ ആവണം. കയറിച്ചിലാണ്, അല്ലെങ്കിൽ പിന്നെ കയറരുത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പറയാം. ഒരായത്തിന്റെ അവതരണ പശ്ചാത്തലം, ആ ആയത്ത അവതരണ പശ്ചാത്തലമാണ് ആ ആയത്തിനെ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ നീതി. എങ്ങനെയാണ്, എന്തിനാണ് ആയത്തിറങ്ങിയതെന്ന് മനസ്സിലാക്കിയാൽ കാര്യം വളരെ എളുപ്പം മനസ്സിലാവും. ശ്രദ്ധിക്കണം. ഈ ആയത്തിറങ്ങിയത് അൻ അദീ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉറക്കെ നല്ല എൻ്റെ പഠിപ്പോരാണ് ഉറക്കെ. അൻ അദീ ഇബ്നു സാബിത്ത് ഇന്ന ഇംറഅതൻ മിനൽ അൻസ്വാർ. കേവലമുള്ള ആർക്കെങ്കിലും വീട്ടിലേക്ക് പരിചയപ്പെടുത്തുകയോ വീട്ടുകാരെ സന്തോഷമറിയിക്കുകയോ ചെയ്യാതെ കയറാൻ പാടില്ല എന്നു തന്നെയാണ് ഇവിടെ അർത്ഥമെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ സബബുൻ നുസൂൽ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം ശ്രദ്ധിക്കാം. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് കാലത്ത് നബിയോട് വന്ന് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, നബിയെ, ഇന്നി അകൂനു ഫീ മൻസിലി അലൽ ഹാലില്ലതി ലാ ഉഹിബ്ബു അൻ യറാനി അഹദുൻ. ഇന്നി അകൂനു ഫീ മൻസിലി, ചിലപ്പോഴെല്ലാം ഞാൻ എൻ്റെ വീട്ടിലാകാറുണ്ട്. അലൽ ഹാലി, ഒരവസ്ഥയിൽ, അല്ലതി ലാ ഉഹിബ്ബു അൻ യറാനി അഹദുൻ, ആ നേരത്ത് എന്നെ കാണാൻ ആർക്കും, എന്നെ വേറൊരാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനത്തെ ചില അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. ആളുകൾ ഇങ്ങനെ കയറി വരും, വീട്ടിലേക്ക് ആളുകൾ, അയൽവാസികൾ മറ്റൊക്കെ കയറി വരും. എനിക്കാകട്ടെ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സമ്മതല്ലാതെ ഒരാൾ കയറുന്നത് എനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ ആളുകൾ ഇന്നെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാവും ഞാൻ വീട്ടിലുണ്ടാവുക. എന്താ നബിയെ ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഫനസലത് ഹാദിഹിൽ ആയാ, ഈ ആയത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഒരു പെണ്ണിന്, ആ പെണ്ണിന് ഇഷ്ടമില്ലാത്ത ആളുകൾ, ഇഷ്ടമുള്ള ആളുകളും, തനിക്ക് ഇഷ്ടമില്ലാത്ത നേരം, ഇഷ്ടമില്ല ആളുകളാകാൻ, പക്ഷേ എല്ലാ നേരത്തും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എല്ലാ നേരത്തും ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരാൾക്കും ഏതൊരാളുടെയും വീടെന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയാകുന്നു. ആ സ്വകാര്യതയിൽ മറ്റ് സന്ദർശകനെ കാണാനും കാണാതിരിക്കാനും അയാൾക്ക് അവകാശമുണ്ട്. സന്ദർശകൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ സന്ദർശകൻ പോകേണ്ടതാവുന്നു. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ജനങ്ങളോട് ഇടപഴകേണ്ട നേരത്തെ അയാൾ അങ്ങാടിക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ പള്ളിക്ക് ഇറങ്ങി വരും. ഒരു മനുഷ്യന്റെ സ്വകാര്യതക്ക് ഇസ്ലാം നൽകുന്ന വില നിങ്ങൾ ചിന്തിക്കണം. അയാളെ വീട്ടിൽ പോയി എന്നത് അയാളുടെ സ്വകാര്യതക്കാണ്. അപ്പോൾ പിന്നെ അവിടെ പോയി ശല്യപ്പെടുത്താൻ പാടില്ല. ഞങ്ങൾ പള്ളി കമ്മിറ്റി എല്ലാവരും കൂടി ചെന്നു. വാപ്പ ഉണ്ടോന്ന് ചോദിച്ചു. വാപ്പ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വാപ്പാക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ അത് വലിയ പ്രശ്നമാകുക. പാക്ക പള്ളി കമ്മിറ്റി അവൻ്റെ വീട്ടിൽ പോയിട്ട് കാണാൻ സമ്മതിച്ചില്ല. അത് വലിയ ആനക്കുട്ടിയായി പറയേണ്ട ആവശ്യമില്ല. പള്ളി കമ്മിറ്റിയെ തിരിച്ചയക്കാവുന്നതാണ്. പള്ളി കമ്മിറ്റിന്ന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പള്ളി കമ്മിറ്റിനോടുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. പള്ളി കമ്മിറ്റിയെ തന്നെ തിരിച്ചയക്കാമെങ്കിൽ വേറെയുള്ള കാര്യം എന്താ ചിന്തിക്കുക. സമൂഹത്തിലെ നേതൃത്വമാണല്ലോ പവർ. ഹബീബായ റസൂലുള്ള പോലും മടങ്ങിപ്പോരേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ഞാൻ ഇതിൻ്റെ അപ്പുറം പറയേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഒക്കെ മിണ്ടാതിരുന്നോളി, പറഞ്ഞുതരാം. അങ്ങനെയാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതയാകുന്നു വീടെന്ന് പറയുന്നത്. ആ സ്വകാര്യതയിലേക്ക് ഒരാൾക്ക് കയറി ചെല്ലാൻ അയാളെ സമ്മതമില്ലാതെ, സമ്മതം പോരാ, സമ്മതം പോലെ സന്തോഷമുള്ള സമ്മതം. അങ്ങനെയാണ്. ഒരു ആളെ കടം വാങ്ങിയാൽ പിന്നെ കോളിംഗ് ബെല്ലിലൊന്നും നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ കടം കിട്ടാണല്ലോ. നേരെ ചെന്നിട്ട് വീട്ടിൽ കയറിയിരിക്കുക. ഹറാമാകുന്നു. അപ്പൊ പൈസ കിട്ടണ്ടേ? അതിന് നിയമപരമായ സാഹചര്യങ്ങളുണ്ട്. ഒരു 4 ആളെയും ചട്ടമ്പികളെയും കൂട്ടിയിട്ട് അവന്റെ വീട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ഹറാമാണ് എന്നിട്ട് മനസ്സിലാക്കാം. കാരണം അവന് സന്തോഷമില്ലാതെ അവന്റെ സ്വകാര്യതയിൽ കയറിപ്പോകാൻ പാടില്ലാത്തതാണ്.
ഇത് ഇസ്ലാം ദീനാണ് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം പഠിപ്പിച്ച ഇതിനപ്പുറം ഇനി മനുഷ്യനൊരു ധർമ്മം ഇല്ല. ഇത് വളരെ ചിന്തിക്കണം. അല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ മുന്നിലിരിക്കണത്, എനിക്കറിയാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത്. ഇനി അറാറ് ഊസൻ ഞാൻ ചില വലിയ തലകളൊക്കെ കണ്ടിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കുക, കച്ചവടക്കാരൊക്കെ പൈസ കിട്ടാണ്ടെങ്കിൽ നിയമപരമായ വശം സ്വീകരിക്കണം. അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് അവനെ എന്നോട് പറയണം. അവൻ്റെ വീട്ടിൽ പോകും ചെയ്യാം. അവനെ മടക്കി അയച്ചാൽ മടങ്ങിപ്പോരേണ്ടതാണ് അവൻ്റെ വീട്ടിലേക്ക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു മുതലാളിയായിരുന്നു, വലിയ പൈസക്കാരൻ. കടം വാങ്ങിക്കൊണ്ടുപോയാൽ മടക്കി കിട്ടിയിട്ടില്ല എങ്കിൽ പോകും. പക്ഷെ വീട്ടിന്റെ തണലിലേക്ക് കയറി നിൽക്കൂലാന്ന. അത് യഖാഫു അൻ യകൂന റിബൻ, അത് പലിശയാകുമോ എന്ന് പേടിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട്ടിന്റെ തണലിലേക്ക് കയറിന്നാൽ അതൊരു അവകാശം പോലെയല്ലേ, അപ്പൊ അതൊരു പലിശയായാലോ എന്ന് പേടിച്ചിട്ട് മാലിക് ഇബ്നു അനസ് വലിയ മുതലാളിയായിരുന്നു, പൈസ ഉള്ള ആളായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം. അപ്പൊ ചിന്തിക്കുക, അപ്പൊ വളരെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ വളരെ ചിന്തിക്കണം. വരുന്നാൾ സ്വയം പരിചയപ്പെടുത്തണം, സ്വയം തന്നെ പരിചയപ്പെടുത്തണം. ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ പോകേണ്ടതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു സ്വയം പരിചയപ്പെടുത്തന്നെ വേണം, എന്നെ പരിചയപ്പെടുത്തന്നെ വേണം. നോക്കൂ, ജാബിർ റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ. ഞാനൊരിക്കൽ ഒന്നും കൂടെ ചോട്ടിക്കോ. അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബീ. ഉഹദ് യുദ്ധത്തിൽ വാപ്പ മരിച്ചുപോയ ആളാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മുമ്പ്, പലപ്പോഴും എവിടെയോ വിശദീകരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ വാപ്പ മരിച്ചുപോയി. ജാബിർ റളിയല്ലാഹുവിന്റെ വാപ്പ മരിച്ചുപോയി. അബ്ദുള്ള എന്നവർ വഫാത്തായി പോയി റളിയല്ലാഹു അൻഹു. അദ്ദേഹമായിരുന്നു അവ്വല ഷഹീദിൻ യൗമ ഉഹദിൻ. ഉഹദിലെ ആദ്യത്തെ ഷഹീദ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയായിരുന്നു റളിയല്ലാഹു അൻഹു. വലിയ മഹാനായിരുന്നു. അങ്ങനെയായപ്പോൾ വലിയ കടണ്ടായിരുന്നു വാപ്പാക്ക്. കടം മുഴുവൻ മകനെ ഏൽപ്പിച്ചിട്ട് ആ വാപ്പ മരിച്ചുപോയത്. അങ്ങനെ എന്ത് ചെയ്തു? കടം വീട്ടാനുള്ള നിർവാഹമൊന്നുമില്ല. മദീനയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് നടന്നു. ഒരിക്കൽ ഞാൻ എന്ത് ചെയ്തു? അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബീ. എൻ്റെ വാപ്പാക്കുണ്ടായിരുന്ന ഒരു കടത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം നബി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറയാൻ വേണ്ടി ചെന്നു. അതിന് മോചത്തോണ്ട് കടം പൂട്ടി കൊടുത്തു. ഒക്കെ വലിയ കഥയാണ്, മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് വാതിലിൽ തട്ടി. ഫഖാല, അപ്പൊ എന്നോട് ചോദിച്ചു, മൻദാ, ആരെ വാതിൽക്കേന്ന് ചോദിച്ചു. ഫഖുൽതു അനാ, ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല അനാ അനാ അനാ, ഞാനോ? എന്ത് ഞാൻ? മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായപ്പോ പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി വാതിൽ തട്ടി. മൻദാ, ആരാ വാതിൽ മുട്ടണെന്ന് ചോദിച്ചു. ഫഖുൽതു അനാ, ഞാനാണ്. അപ്പോൾ പറഞ്ഞു അന അന അന. എന്താണ്? ഏതാണ്? ഏത് ഞാൻ? കഅന്നഹു കരിഹാഹു, ഹബീബായ റസൂലുള്ളാഹിക്ക് അത് വെറുപ്പുള്ളത് പോലെ തോന്നി. വഇന്നമാ കരിഹ ദാലിക, ഇബ്നു കസീർ ഇത് വിശദീകരിച്ച് പറയാണ്, ഇത് റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ടാകാൻ കാരണം ലിഅന്ന ഹാദിഹിൽ ലഫ്ളത ലാ യുഅറഫു സാഹിബുഹാ, ഈ പറഞ്ഞ വാക്കുകൊണ്ട് ആരാണ് ഈ ആള് എന്ന് മനസ്സിലാവുകയില്ലല്ലോ. വീട്ടിൽ വരുന്ന ആളെ സ്വയം അയാളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം. ഹത്താ യഫ്സഹ ബിസ്മിഹി ഔ കുന്യതി, ഒന്നിരിക്കൽ അവന്റെ യഥാർത്ഥ പേരോ അല്ലെങ്കിൽ വിളിപ്പേരോ പറയണം. അല്ലത്തി ഹുവൽ മശ്ഹൂറു ബിഹാ, ജനങ്ങൾക്കിടയിൽ പരസ്യമായ പേര്. എന്തെങ്കിലും പേരുണ്ടാവില്ല പരസ്യമായത്. ചില ആളുകൾക്ക് വാപ്പട്ട പേരൊന്നും ആർക്കും അറിയില്ല, പിന്നെ ചില പേരാണ് പരസ്യവും. അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട്. ഇതിനൊന്നും ഇവിടെ പറയാൻ നേരമില്ല. ഇന്ന പേരാണ്, ഇന്ന ആളാണ് ഞാൻ എന്ന് പറയണം. ഫകുല്ലു അഹദിൻ യുഅബ്ബറു അൻഹു ബി അനാ ഫലാ യഹ്സുലു ബിഹൽ മഖ്സൂദു, ഏതൊരാളെ പറ്റിയും എന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ വന്ന അതിഥിയെ സ്വീകരിക്കണോ ഇല്ലേ എന്നുള്ള ഉദ്ദേശം അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാലും പോരാ, അവന്റെ പരസ്യമായ പേര് പറയുകയും സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് എന്നും ഇതിന് മനസ്സിലാക്കേണ്ടതാവുന്നു. ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമാനു, യാ അയ്യുഹല്ലദീന ആമാനു
ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. പരിചയപ്പെടുത്തുകയും 3 തവണ സലാം പറയുകയും വേണം. 3 തവണ സലാം പറയുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അൽ ഇസ്തിനാദാനു സലാസൻ, 3 തവണ സമ്മതം ചോദിക്കുക എന്നാണ്. എന്നിട്ട് സലാം പറയുക. ഞാൻ ഇന്ന ആളാണ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഫലം യുഅ്ദൻ ലഹു മിന്നും, ആ വീട്ടുകാരിൽ നിന്ന് സമ്മതം ലഭിച്ചിട്ടില്ല എങ്കിൽ ഫൽയർജി, മടങ്ങി പോരേണ്ടതാണ്. എത്ര വലിയ ഹോജയായാലും വേണ്ടില്ല, വീടൊരുത്തന്റെ സ്വകാര്യതയാകുന്നു, അതിലേക്ക് കടന്നു കയറാൻ അവകാശമില്ല, മടങ്ങിപ്പോരേണ്ടതാവുന്നു. ഫഅമ്മലൂല, ഒന്നാമത് പറഞ്ഞ വാക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞു. ഒന്നാമത്തേന് അവർ സലാം മടക്കിയാൽ പിന്നെ രണ്ടാമത്തെ വരേണ്ട ആവശ്യം ഇല്ല. 3 തവണ വരെ പറയാം. അമ്മല്ലൂല ഒന്നാമത്തത് ഫൽയസ്മഅൽ ഹയ്യു, ആ വീട്ടുകാരൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്. അമ്മസാനിയ രണ്ടാമത്തത് ഫൽയഖുദു ഹിദ്റഹും, അവരൊരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ്. വസ്സാലിസ മൂന്നാമത്തത് ഫഇൻശാഉ അദിനു, അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതം തരും. വഇൻശാഉ റദ്ദു, അല്ലെങ്കിൽ അവർ മടങ്ങിപ്പോകാൻ പറയും. നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പോയിക്കൊള്ളിപ്പോ സൗകര്യമില്ല എന്ന് പറയും എന്ന്. വലാ തഖിഫ, നോക്ക് വലാ തഖിഫന്ന അലാ ബാബി ഖൗമിൻ റദ്ദക റദ്ദൂക അൻ ബാബിം വലാ തഖിഫന്ന, നീ ഒരിക്കലും നിൽക്കരുത്. വലാ ബാബി ഖൗമിൻ, ഒരു ജനതയുടെ വാതിലിന്റെ അടുത്ത്. റദ്ദൂക അൻ ബാബിം, അവൻ എന്നോട് പോകാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഫഇന്ന ലിന്നാസി ഹാജാത്തുൻ, മനുഷ്യന് പല ജാതി ആവശ്യങ്ങളുണ്ട്. വലഹും അശ്വാലുൻ, പല ജാതി ജോലികളുണ്ട്. വല്ലാഹു ഔലാ ബിൽ ഉദ്രി, എന്തുകൊണ്ടാണ് നിങ്ങളെ മടക്കി പറഞ്ഞയച്ചത് എന്ന ഉദ്ര് അവർ പറയേണ്ടത് അള്ളാഹുവിനോടാകുന്നു. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ചില സ്വകാര്യതകളോ ആവശ്യങ്ങളുണ്ട്. എന്തായിരുന്നു ആവശ്യം ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റൂല, അങ്ങനത്തെ ആവശ്യങ്ങളുമായിരിക്കാം. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ മടക്കണതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റാത്ത ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ ആരും പറയേണ്ടതില്ല. അള്ളാഹിനോടാണ് എന്തിനാണ് അവർ മടക്കി എന്ന ഉദ്ർ പറയേണ്ടത്, അള്ളാഹുവിനോട്. അല്ലാഹു ഔലാ ബിൽ ഉദ്രി, അവരെ ഉദ്ർ പറയേണ്ടത് അള്ളാഹുവിനോടാകുന്നു. അപ്പൊ ആ നിലക്ക് തന്നെ നിങ്ങൾ വന്ന് അവർ മടക്കി കഴിഞ്ഞാൽ പിന്നെ വാതിൽക്കൽ നിൽക്കാൻ പാടില്ല, മടങ്ങിപ്പോകേണ്ടതാകുന്നു. ഇബ്നു കസീർ കാന ഫിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലത്ത് കാന അഹദുഹും യന്തലിഖു ഇലാ സാഹിബിഹി, ഒരാൾ അയാളുടെ വീട്ടിലേക്കാണ് കയറി ചെല്ലും. ഫലായസ്തഅ്ദിനു, സമ്മതം ചോദിക്കുകയില്ല. ഫയശഖു ദാലിക അലർ റജുലി, ഇതാ വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. വലഅല്ലഹു യകൂനു മഅലിഹി, ചില നേരത്തെ അയാൾ അയാളുടെ ഭാര്യയുടെ കൂടെ ആയിരിക്കും. ഫഗയ്യറല്ലാഹു ദാലിക, അല്ലാഹു തആല ഈ നിയമത്തെ മാറ്റിമറിച്ചു, ആ രീതിയെ മാറ്റിമറിച്ചു. വളരെ പ്രഗൽഭമായ, മൈക്കൊന്ന് ശ്രദ്ധിക്കുക, ഒച്ച കൂട്ടി, ഒരു പ്രഗൽഭമായ രീതി തന്നെ, ആ രീതി അള്ളാഹു മാറ്റിമറിക്കുകയും ഒരു നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുകയും ചെയ്തു എന്ന് ശ്രദ്ധിക്കണം. ഒരു സംഭവം പറയാം. അനസ് റളിയല്ലാഹു അൻഹു ഇസ്തഅ്ദന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാത് പറയുന്നത്? 3 തവണ ചോദിച്ചിട്ടും സലാം പറഞ്ഞിട്ടും ആ വീട്ടുകാർ മടക്കിയിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോകേണ്ടതാണ്, അല്ലെങ്കിൽ പോകാൻ വേണ്ടി പറഞ്ഞാലും പോകേണ്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു ഇസ്തഅ്ദന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സഅദ് ഇബ്നു ഉബാദ, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി ചെന്നു. എന്നിട്ട് സമ്മതം ചോദിച്ചു, സഅദേ ഞാൻ അങ്ങോട്ട് കയറട്ടെ? ഫഖാല അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞു. വലം യസ്മഇൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറദ്ദ, സഅദ് സലാം മടക്കിയത് റസൂലുള്ളാഹി കേട്ടില്ല. ഹത്താ സല്ലമ സലാസൻ, അങ്ങനെ റസൂലുള്ളാഹി 3 തവണ സലാം പറഞ്ഞു. പക്ഷെ വലം യസ്മഅഹു, 3 വട്ടം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു സലാം മടക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലം യുസ്മിഉഹു, ഈ സലാം മടക്കിയത് റസൂലുള്ളാഹിനെ കേൾപ്പിച്ചില്ല. മെല്ലെ സലാം മടക്കി. വിശദമായ ചില ഹദീസുകൾ കാണുന്നുണ്ട്. ഫറജഅ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 3 വട്ടം സലാം പറഞ്ഞു, ഒരു ശബ്ദം ഉള്ളെന്ന് കേൾക്കാനില്ല. ഉടൻ റസൂലുള്ളാഹി വീട്ടിൽ നിന്ന്, മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞത്, മടങ്ങിപ്പോന്നു. വളരെ ചിന്തിക്കണേ, വീടിൽ ആരൊക്കെ കൈകാര്യം ചെയ്യണം, ആരൊക്കെ കയറി വരണം, ഏതൊക്കെ രീതി ഉണ്ടാകണമെന്ന് ഇതിൽ നിന്ന് വളരെ ഗൗരവമായി പഠിക്കേണ്ടതാണ്.
അല്ല ആണ്ടിപ്പട്ടി എന്ന് പറഞ്ഞാൽ അണ്ണന്മാരെയൊക്കെ വീട്ടിൽ സ്വൈരവിഹാരം നടത്താൻ പറ്റുമോ എന്നൊക്കെ ഇതിന് പഠിക്കാം, ചിന്തിക്കാം. ഇന്ന് വളരെ നമ്മളെ രീതി എന്താ? ഇന്ന് നമ്മളെ വീട്ടിലെ സ്വൈരവിഹാരം ആണ്ടിപ്പട്ടിയിലെ അണ്ണന്മാരാവുന്നു. അവരോട് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല ഞാൻ. അവരെ ഊരറിയില്ല, നാടറിയില്ല, രീതി അറിയില്ല, ഒന്നും അറിയില്ല. അതൊക്കെ ഇന്ന് സ്വൈരവിഹാരം നടത്തുക വീടുകളിൽ. മറ്റു പല സമുദായങ്ങൾക്കും നിയമങ്ങളില്ലാത്ത സമുദായങ്ങൾക്ക് ഈ കാര്യത്തിൽ നിയന്ത്രണമുണ്ട്. നിയമങ്ങളുള്ള നമുക്കാണ് ഈ വിഷയത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെയായി പോയത്. വളരെ ചിന്തിക്കണം. ഹബീബാ റസൂലുള്ളാഹി 3 വട്ടം സലാം പറഞ്ഞു, സലാം മടക്കിയില്ല, മടങ്ങിപ്പോന്നു. സലാം കേട്ടില്ല, മടങ്ങിപ്പോന്നു. ഫറജഅൻ നബിയു, മടങ്ങിപ്പോന്നു. ഫത്തബഅഹു സഅദുൻ, ഉടനെ സഅദ് പാഞ്ഞു ചെന്നു. ഫഖാല യാ റസൂലല്ലാഹ്, നബിയേ ബി അബീ വ ഉമ്മി മാ സല്ലംത തസ്ലീമതൻ ഇല്ലാ വഹിയ ബി ഉദ്നയ്യ. നിങ്ങൾ പറഞ്ഞ സലാം ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വഖദ് റദത്തു അലൈക വലം ഉസ്മിഅക, ഞാൻ സലാം മടക്കിയിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ വഅറത്തു അൻ അസ്തക്സിറ മിൻ സലാമിക വമിനൽ ബറകതി ഫീ ബൈതി. എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ സലാം പറഞ്ഞല്ലോ, പിന്നെയും പറയട്ടെ, ഒന്നും കൂടി എൻ്റെ വീട്ടിലേക്ക് ബറക്കത്ത് കൂടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നബിയെ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോകുന്ന റസൂലുള്ളാഹിനെ തടഞ്ഞു വെച്ച് പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നോക്ക്. ഒന്ന്, ഒരു പാഠം ഹബീബായ നബിയുടെ വാക്കിന്റെ സലാം കൊണ്ട് ബറക്കത്തിനെ സ്വഹാബികൾ ആഗ്രഹിച്ചിരുന്നു. രണ്ടാമത്തത് മുസ്തഫ റസൂലുള്ളാഹിയാകട്ടെ 3 വട്ടം സലാം പറഞ്ഞു, മടക്കത് കേട്ടില്ല. ഉടനെ ഞാനാകുന്നത് റഹ്മത്തുൽ ആലമീനാണ്. ഈ ആളുകളുടെയൊക്കെ പെണ്ണുങ്ങളെ ത്വലാഖ് ചൊല്ലിപ്പിക്കാൻ അധികാരമുള്ള ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ത്വലാഖ് ചൊല്ലിപ്പിക്കാൻ അധികാരം റസൂലുള്ളാഹിക്കാണ്. സലാം പറയണ്ടാന്ന് പറയാൻ കഅബ് ബിൻ മാലിക്കിനോട് സലാം പറയണ്ടെന്ന് പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അത്ര വലിയ മദീനയിലെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത നേതാവായിരുന്നു മുഹമ്മദ് നബി. ഒരാൾ എതിർക്കാത്ത ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി എല്ലാവരും സലാം പറയണ്ട കഅബിനോട് എന്ന് പറഞ്ഞു. ആരും സലാം പറഞ്ഞില്ല. കഅബ് നേരെ സ്വന്തം അളിയന്റെ അടുത്ത് പോയി സലാം പറഞ്ഞു. ആരോട് പറഞ്ഞിട്ട് സലാം അടക്കണില്ല. അവസാനം കഅബ് സ്വന്തം അളിയനോട് പോയി പറഞ്ഞു. അളിയൻ പറഞ്ഞു, അളിയനൊക്കെ തന്നെ, പക്ഷെ ഒന്ന് ഇവിടുന്ന് പോ, എനിക്ക് ആരെങ്കിലും കണ്ടുപോയ റസൂൽ എന്നെ ഒഴിവാക്കും, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിലേക്ക് വന്നില്ല എന്നതിൻ്റെ പേരിൽ, അതും ഉദ്റൊന്നും ഉണ്ടായിരുന്നില്ല. കഅബിന് ഇഷ്ടം പോലെ മുതലുണ്ടായിരുന്നു. തോട്ടത്തിൽ അങ്ങനെ പണിയെടുപ്പിച്ചിട്ട് കൂടി പിന്നെ പോവാലോ എന്ന് കരുതി അവസാനം പിന്നെ അറിഞ്ഞത് യുദ്ധം കഴിഞ്ഞ റസൂലുള്ളാഹി മടങ്ങി വരുന്നുണ്ടെന്ന്. അതിന് പണിഷ്മെൻ്റ് ആയിരുന്നു ദിവസങ്ങളോളം കഅബിനോട് സലാം പറയണ്ട എന്ന് പറഞ്ഞത്. അപ്പം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഹബീബായ മുഹമ്മദ് നബി കയറിയിരിക്കാനും ഭാര്യയെ ഒഴിവാക്കാൻ പറയാനും കെട്ടിച്ചു കൊടുക്കാനും ത്വലാഖ് ഏൽപ്പിക്കാനും അധികാരമുള്ള മുഹമ്മദ് നബി ആ വീട്ടിലേക്ക് എന്നെ സലാം പറഞ്ഞു. ആ വീട്ടുകാരൻ കലാം മടക്കണ കേട്ടില്ല. ഉടനെ ഹബീബാ റസൂലുള്ളാഹി. വളരെ ചിന്തിക്കണം. ശരി, ഒന്നും കൂടി ഒരു ഹദീസും കൂടി പറയാ. അൻ അബീ മൂസാ ഖാല ഖാല റസൂലുള്ളാഹി ഇദസ്തഅദന അഹദുക്കും സലാസൻ, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ 3 വട്ടം സമ്മതം ചോദിച്ചാൽ ഫലം യുഅ്ദൻ ലഹു, അവിടുന്ന് സമ്മതം കിട്ടുന്നത് കാണുന്നില്ലെങ്കിൽ ഫൽയൻസരിഫ്, അവൻ പിരിഞ്ഞു പോയിക്കൊള്ളട്ടെ, പിന്നെ ആ വീട്ടിൻ്റെ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഹബീബായ നബി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം. മറ്റൊരു നിയമം 1, ശ്രദ്ധിക്കണേ. നിയമം 1. നിയമം നമ്പർ 2. 2ാം നമ്പർ നിയമം പറയാ. 1 കഴിഞ്ഞു. വീട്ടിലേക്ക് ശ്രദ്ധിക്കണം, വീട്ടുമര്യാദകൾ പറയാ. 2ാമത്തെ കാര്യം 1 വീട്ടിലേക്ക് സമ്മതം ചോദിക്കുകയും അവർക്ക് സന്തോഷമുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യാതെ വീട്ടിൽ കയറാൻ പാടില്ല. 1. 2 എംബഗയിലിൽ മുസ്തഅദിനി, സമ്മതം ചോദിക്കുന്ന ആൾക്ക് അത്യാവശ്യമാണ് അല്ലാ യഖഫ തിൽഖാ അൽ ബാബി, വീട്ടിന്റെ വാതിൽ ഫ്രണ്ട് ഡോറിന്റെ നേരെ നിൽക്കാൻ പാടില്ല. 2 പോയിന്റ് നമ്പർ 2 ശ്രദ്ധിക്കുക. ബിവജിഹിഹി, നേരെ വാതിൽ തുറന്നിരുന്ന ആളെ ഒരു നോട്ടെങ്കിലും കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, ഇത് ഇസ്ലാം മതമാണ്. വളരെ ചിന്തിക്കണം. എത്ര ഗൗരവമാണ് ഈ വിഷയമൊക്കെ. എന്തൊരു ഗൗരവത്തിലാണ് ഇതൊക്കെ ശറഅ് പഠിപ്പിച്ചിട്ടുള്ളത്.
അല്ലാ യഖിഫ തിൽഖാ അൽ ബാബി ബിവജ്ഹി, നേരെ വാതിലിന്റെ മുന്നിലേക്ക് മുഖം നോക്കിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല. വല്യകുനിൽ ബാബു അൻ യമീനിഹി ഔ യസാരി, ഒന്നിരിക്കൽ വാതിൽ അവന്റെ വലഭാഗത്താവുക അല്ലെങ്കിൽ വാതിൽ അവന്റെ ഇടഭാഗത്താവുക. ഹദീസ് പറയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു ബിശ്രിൻ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതാ ബാബ ഖൗമിൻ, ഒരു ജനതയുടെ വാതിലിന്റെ അടുത്തേക്ക് റസൂലുള്ള ചെന്നാൽ ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖാഇ വജ്ഹിഹി, ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖാഇ വജ്ഹിഹി, നേരെ മുഖം കൊണ്ട് ഹബീബ റസൂലുള്ള നേരെ മുന്നിട്ട് നിൽക്കുകയില്ല. വലാകിൻ മിൻ റുക്നിൽ ഐസരി ഐമനി ഔ റുക്നിൽ ഐസരി, ഒന്നിരിക്കൽ വീട്ടിന്റെ വലത്തെ മൂലയിൽ നിൽക്കും അല്ലെങ്കിൽ വീട്ടിന്റെ ഇടത്തെ മൂലയിൽ നിൽക്കും. ഇതായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. നോക്ക്, അപ്പൊ വീട്ടിന്റെ വാതിലിന്റെ മുന്നിൽ കരുത്. ആരാവും വാതിൽ തുറക്കുന്ന? പലപ്പോഴും പലരും ആവുമല്ലോ. ഒരുപക്ഷെ കാണാൻ പാടില്ലാത്ത ആളുകളൊക്കെ വന്നിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളിൻ്റെ കൂടെ അല്ലേ, ഇതൊക്കെ പരിധി വിട്ടു പോയിട്ടുണ്ടോ, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേവലം ഒരു തമാശയല്ല, ഇത് ഇന്ന് പഠിക്കുകയും എന്നും പുലർത്തുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അമ്മായിമാരെ കൊണ്ടുള്ള ശല്യം, എനിക്ക് ഈ പരിപാടി തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് കത്ത് കിട്ടി. ഇപ്പോൾ ഈ ഒരാഴ്ചനുള്ളിൽ അമ്മായിമാരുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് എത്രയോ കത്ത് ഇപ്പോൾ എനിക്ക് കിട്ടി. ഇന്നലെ വരെ ഒരു കത്ത് കിട്ടി, വലിയൊരു കത്ത് കിട്ടി. അമ്മായിമാൻ്റെ ശല്യമാണ്, അമ്മായിമാൻ്റെ ശല്യമാണ് എന്ന് പറഞ്ഞത്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയാല്ല കേട്ടോ, ഞാൻ പറയാ. അമ്മായിമാനെ അങ്ങോട്ടും ശല്യം ചെയ്യുന്നുണ്ടാവും, അത് വേറെ വിഷയം, അതിപ്പോൾ ഇവരെ എഴുതില്ലല്ലോ. അമ്മായിമാൻ സാധു പോട്ടെ, ക്ഷമിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവാം, തിരിച്ചില്ലാതെ ഇരിക്കാം. ഏതായാലും ഇതിന് ഞാൻ മറുപടി പറയാ. ഹബീബായ നബി പറഞ്ഞു, മൻ നദറ ഫീ കിതാബി അഖീഹി ബിഗൈരി ഇദ്നിഹി ഫഇന്നമാ യൻദുറു ഇലന്നാർ. ഒരാളെ സമ്മതമല്ലാതെ അയാളെ കത്തൊരാൾ നോക്കാന്ന് പറഞ്ഞാൽ അയാളുടെ നരകത്തിലേക്ക് നോക്കുകയാണെന്ന് ഹബീബായ നബി. അബൂദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. മരുമോൾക്ക് പുതിയ അപ്പളയച്ച മോനെ എന്റെ മാനല്ലേ എന്ന് വിചാരിക്ക പറ്റില്ല. മോനയച്ച കത്ത് അമ്മായിമ്മ നോക്കാൻ പാടില്ലാത്തതാണ്. എന്റെ ആങ്ങളന്റെ കത്തല്ലേ എന്ന് എഴുതി നാത്തും നോക്കാൻ പാടില്ലാത്തതാണ്, വാപ്പ നോക്കാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ ഇളച്ചിയുടെ കത്ത് മുത്തച്ഛി നോക്കാൻ പാടില്ലാത്തതാണ്. ഉദാഹരണം ശ്രദ്ധിക്കുക. മൻ നദറ ഫീ കിതാബി അഖീഹി ബിഗൈരി ഇദ്നിഹി ഫഇന്നമാ യൻദുറു ഇലന്നാർ. ഒരാളെ സമ്മതമല്ലാതെ ഒരാളെ കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഫഇന്നമാ യൻദുറു ഇലന്നാർ, അയാളെ നരകത്തിലേക്ക് നോക്കുകയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അമ്മായിമാരും നാത്തുമാരും ബാക്കിയുള്ളവരും ഒക്കെ ശ്രദ്ധിക്കുക. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഇത് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് പറയാണ്. ഒരു വലിയൊരു പ്രശ്നമാണ് ഇന്ന് പലയിടത്തും, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തിന്മകളെ തൊട്ടും വഷളത്തരത്തിൻ്റെയും സംസ്കാരമില്ലാത്ത പ്രവർത്തനങ്ങളെ തൊട്ടും നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്വകാര്യതയുടെ കത്ത് നോക്കാൻ പാടില്ലാത്തതാണ്. ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്വകാര്യതയുടെ കത്ത് നോക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ മലറത്തുണ്ടെങ്കിൽ നോക്കാവുന്നതുമാണ്. അതായത് എന്തോ ചില ഭാഗത്തൊക്കെ എവിടെയോ സ്കൂൾ വിടുന്നിടത്തൊരു ചിറ്റിത്തിരി ഇങ്ങനെ കാണുന്നുണ്ട്, ഇടക്കിടക്കൊക്കെ അങ്ങനെ ആരും കാണിക്കാത്ത കത്തും പോക്കറ്റിൽ കാണുന്നുണ്ട്, അപ്പം നോക്കാവുന്നതാണ്. മലറത്തിനെ ഭയപ്പെടുക. ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾ ഇനി നോമ്പ് വെച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത് മുഴുവൻ. എന്നാൽ ഞാൻ പറയാം, അങ്ങനെയല്ലെങ്കിൽ കത്ത് നോക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ചില ആളുകൾ ഉന്നത സ്ഥാനത്തുള്ള ആളുകളാവും, പള്ളി കമ്മിറ്റിയുടെ കേസ് നടത്തണ ആളാവും ഭർത്താവ്. കേസ് എന്ന് പറഞ്ഞാൽ അതിൽ പലപ്പോഴും സ്വകാര്യതകളാണ്. മറുകക്ഷി അറിയാൻ പാടില്ല, പുറത്തറിയാൻ പാടില്ല. പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അറിഞ്ഞാൽ നാലാളോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. നേരെ എനിക്കറിയാം, ഞാൻ അന്നെ തന്നെ നാലാളോട് പറയാം, അതോട് കഥയാവും. അങ്ങനെ തന്നെ പറഞ്ഞു. ഭർത്താവിൻ്റെ കയ്യിൽ സ്വകാര്യത ഉണ്ടാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വകാര്യതയെ സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ത്വലാഖ് ചൊല്ലി.
ആരെ മകൾ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൾ. ശ്രദ്ധിക്കണം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകളായ ഹഫ്സ ബീവിയെ ഹബീബായ റസൂലുള്ളാഹി ത്വലാഖ് ചൊല്ലി. അതിനു വേണ്ടിയാണ് സൂറത്ത് ത്വലാഖ് ഇറങ്ങിയിട്ടുള്ളത്. റസൂലുള്ളാഹി ത്വലാഖാണ് ചൊല്ലി. ആരെ? ഹഫ്സ ബീവിയെ. ആരാണ് ഹഫ്സ ബീവി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. മാ സലക ഉമറു ഫജ്ജൻ യസ്ലുഖു ശൈത്വാനു ഫജ്ജൻ ആഖറാ. ഉമർ ഒരു വഴിയിലേക്ക് കയറിയാൽ പിശാച് വേറൊരു വഴിയിലേക്ക് ഓടുമെന്ന് ഹബീബായ നബി പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് മോളായ ഹഫ്സ ബീവിയെ ത്വലാഖ് ചൊല്ലി ഒരു സ്വകാര്യത സൂക്ഷിച്ചില്ല എന്നതിന്റെ പേരിൽ. അപ്പൊ എന്തുകൊണ്ട്? മുസ്ലിം ഉമ്മത്തിന്റെ വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് മുഹമ്മദ് നബി. പല കാര്യങ്ങളും രഹസ്യമായിരിക്കും. അതുകൊണ്ടാണല്ലോ മക്കം പത്തിന് പോണ കാര്യം ആരോടും പറഞ്ഞില്ല, അങ്ങോട്ട് പോയി. ഇറങ്ങിയപ്പോൾ എല്ലാവരും കൊണ്ട് ഇറങ്ങി, ഒക്കടെ ഇറങ്ങി, എല്ലാവരോടും പോയി. എത്തിയപ്പോൾ 10,000-10,000 ആളുകളുണ്ട്. ആരോടും പറഞ്ഞില്ല. ഏത് യുദ്ധത്തിന് പോവുകയാണെങ്കിലും ആളെ പറയും. മക്ക പിടിച്ചടക്കം പോയപ്പോൾ ആരോടും പറഞ്ഞില്ല. എന്തെങ്കിലും വല്ല ഇൻഫർമേഷൻ നേരത്തെ ചെന്നാലോ എന്നും വിചാരിച്ചിട്ടുണ്ടാവാം. പറഞ്ഞില്ല. എവിടേക്കാ പോകുന്നത് പോലും ആർക്കും അറിയില്ല. ഒറ്റപ്പോക്ക്. അതിൽ പോകുന്നവരൊക്കെ പോയി. അങ്ങനെയാണ് ഹബീബ റസൂലുള്ളാഹി മക്കയിലേക്ക് കയറിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ. എൻ്റെ അടുത്ത് ഒരേ ഒരുപാട് വിഷയങ്ങൾ പറയേണ്ടതാണ്. ഇത് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്. വീട്ടിലേക്ക് കയറാൻ സമ്മതം ആവശ്യമുള്ളതോട് കൂടെ തന്നെ റൂമുകളിലേക്ക് കയറാനും സമ്മതം ആവശ്യമാണ്. അനി ബിൻ മസ്ഊദിൻ ഖാല അലൈക്കും അൻ തസ്തഅ്ദിനു അലാ ഉമ്മഹാതികും വ അഖവാതികും. ഉമ്മമാരുടെ റൂമിലേക്കും പെങ്ങന്മാരുടെ റൂമിലേക്കും കയറണമെങ്കിൽ സമ്മതം വാങ്ങേണ്ടതാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇസ്ലാമിന്റെ ഒരു കാണിച്ച നിങ്ങൾ പെങ്ങളെ റൂമിലേക്കാണ്, പെങ്ങൾ താമസിക്കുന്ന റൂമിലേക്കാണെങ്കിൽ പെങ്ങളോട് വാതിൻ്റെ പുറത്ത് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് ചോദിക്കേണ്ടതാണ്. കാരണം നിനക്ക് കാണാൻ പാടില്ലാത്ത അവസ്ഥയിലാകാം ചിലപ്പോൾ പെങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവുക. ശ്രദ്ധിക്കണം. എന്താ ദീന്? പിന്നെ ബാക്കിയുള്ള കാര്യം, പിന്നെ മൂത്ത ചിലച്ചിൻ്റെ കാര്യം പറയാണ്ടോ. അലൈക്കും അൻ തസ്തഅ്ദിനു അലാ ഉമ്മാതികും വ അഖവാതികും. നിങ്ങളമ്മാരോടും നിങ്ങളുടെ പെങ്ങന്മാരെ മേലും നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതം വാങ്ങേണ്ടതാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ, എൻ്റെ ഉമ്മാക്ക് ഞാനല്ലാതെ മക്കളില്ല, ഉമ്മാനെ പരിചരിക്കാൻ ആളില്ല, ഞാനാണ് ഉമ്മാനെ പരിചരിക്കുന്നത്. ഇപ്പൊ ഏത് നേരവും എനിക്ക് ഉമ്മാൻ്റെ റൂമിൽ കയറേണ്ടി വരും, പുറത്തിറങ്ങും, പിന്നെയും കയറണം, പുറത്തിറങ്ങേണ്ടി വരും. അപ്പൊ ഓരോ നേരവും സമ്മതം ചോദിക്കണോ നബിയെ? ഹബീബായ നബിയോട് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നേരം അങ്ങനെ സമ്മതം ചോദിക്കാൻ ബുദ്ധിമുട്ടല്ലേ നബിയെ? ഒരു വട്ടം പോരെ? മുസ്തഫ നബിയോട് ചോദിച്ചു. അപ്പോൾ ഫഖാല, ശ്രദ്ധിക്കണേ, ഇബ്നു ജരീർ അത്ത്-തബരി റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈക്ക് തുടങ്ങിയ ഉഷാറുണ്ടായിരുന്നു, പിന്നെ ആശായി. ശരിക്കും ഫഖാല, ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുഹിബ്ബു അൻ അയറാ ഉരിയാനാ. ഉമ്മാനെ നഗ്നയായി കാണണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? അതുഹിബ്ബു അൻ അയറാഹാ അതുഹിബ്ബു അൻ തറാഹാ ഉരിയാനാ. ഉമ്മാനെ നഗ്നയായി കാണണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? എന്നാ സമ്മതം ചോദിക്കണ്ട, അല്ലെങ്കിൽ സമ്മതം ചോദിക്കണമെന്ന് ഹബീബായ നബി. അപ്പൊ ഉമ്മാന്റെ റൂമിലേക്ക് സ്വകാര്യതയിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ പോലും സമ്മതം ചോദിക്കണം എന്ന്. എന്തിന്? ശ്രദ്ധിക്കണേ, എന്തിന്? സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുക. സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ പോലും പാഞ്ഞു കയറാൻ പാടില്ലാത്തതാണ്. ഒരു പക്ഷേ നിന്റെ വീട്ടിൽ നീ കയറി ചെല്ലുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്ത പുതിയ അതിഥി വന്നിട്ടുണ്ടാവാം. ഈ ഇല്ല എന്നുള്ള വിചാരത്തിൽ ഈ അതിഥി വീട്ടിന്റെ ഉമ്മറത്തെ റൂമിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം. ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കാരണങ്ങളുണ്ടായിന്. ഒരു കാരണമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്നെ ആകർഷണീയമല്ലാത്ത വിധത്തിൽ ഇരിക്കുന്നുണ്ടാവാം. അവളെ ആകർഷണീയമായ വിധത്തിൽ കാണലാണ് നിങ്ങളുടെ വിവാഹബന്ധം നിലനിൽക്കാനുള്ള അടിത്തറ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ് എങ്കിൽ മുസ്തഫ നബിയുടെ രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പുറത്ത്, മദീനയുടെ പുറത്ത് വന്നിട്ട് വിവരമറിയിക്കും, ഞങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കും മറ്റൊക്കെ ഒന്ന് ഒരുങ്ങാനുള്ള സൗകര്യം ഹബീബായ റസൂലുള്ളാഹി നേരെ. മാത്രല്ല, നഹാ റസൂലുള്ളാഹി അൻ യത്റുക അഹ്ലഹു തുറൂഖൻ.
വിവരം കൊടുക്കാതെ വീട്ടിൽ രാത്രി വന്ന് വാതിൽ തട്ടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യാത്ര പോയ ആള് ഭാര്യയ്ക്ക് വിവരം കൊടുക്കാതെ നേരെ തന്നെ രാത്രി വന്നിട്ട് വാതിൽ തട്ടുകൾ പാടില്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇന്നത്തെ കാലത്ത് ഇപ്പം മൊബൈലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ പ്രശ്നം വരില്ല. നേരത്തെ വിവരം കൊടുക്കാതെ പോയിട്ട് തട്ടാൻ പാടില്ല. ഇന്നിപ്പോൾ ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ശ്രദ്ധിക്കുക, അത്രത്തോളം വലിയ കാര്യം. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഭാര്യ നീ നമ്മളെ ബന്ധം നിലനിൽക്കണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. ഖൈറുൻ നിസാ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ. എന്തേ മൈക്ക് ശ്രദ്ധിക്കാൻ. ഇദാ നളർതഹാ സർറതക വഇദാ അമർതഹാ അതാഅതക വഇദാ ഈ മോണിറ്റർ പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, ഈ മോണിറ്റർ പോയിട്ടുണ്ട്. ഇദാ നളർതഹാ സർറതക وإذا أمرتها أطاعتك وإذا غبت عنها تحفظ نفسها ومالك. ശ്രദ്ധിക്കുക, ഖൈറുൻ നിസായി, ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്നത് ഇദാ നളർതഹാ സർറതക. ഇപ്പൊ തർക്കമില്ല. ഇദാ നളർതഹാ സർറതക, നീ അവളെ കണ്ടാൽ നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. ആ രീതിയാണ് അവർക്കുള്ളത്. അങ്ങനത്തെ സൗന്ദര്യവും സാഹചര്യമൊക്കെ അവൾക്കുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കണില്ല. ഇദാ നളർതഹ, ഏറ്റവും നല്ല പെണ്ണുങ്ങൾ. ഒറ്റ വാക്കിൽ അത് കേൾക്കാൻ വേണ്ടി ആണുങ്ങൾ കാത്തിരിക്കണോണ്ട് ഒരു വാക്കുകൊണ്ട് ഞാനത് പറയാം. ഇദാ നളർതഹ സർറതക, ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. 2 വൈദാ അമർതഹ അതാഅതക, നീ അവളോട് എന്ത് കൽപ്പിച്ചാലും അവൾ നിന്നെ അനുസരിക്കണം. നാളെ രാവിലെ ഹിമാലയ പർവ്വതം ഇവിടെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കരുത്. നമുക്ക് നോക്കാം, ആലോചിക്കാം എന്ന് പറയേണ്ടതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ടതാണ് അതൊക്കെ നടക്കണ കാര്യമാണോ പിന്നെ പറയേണ്ടതാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അതങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ ആണുങ്ങൾ. അങ്ങനെയൊക്കെ പറയണം എന്നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. ലാ തനാമി ഹത്താ തഖ്തിമിൽ ഖുർആൻ, ഖുർആൻ ഖത്തം തീർക്കാതെ ഉറങ്ങരുത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട്. ഖുർആൻ മുഴുവനും ഓതാതെ ഖത്തം തീർക്കാതെ ഉറങ്ങരുത് എന്ന് പറഞ്ഞു ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹ. കുടുങ്ങിയില്ലേ? ഖുർആൻ ഖത്തം തീർത്താൽ അന്ന് ഉറങ്ങാൻ കഴിയുമോ മനുഷ്യന്മാർ? എന്തായി പറയുന്നത്? മിണ്ടിയില്ല. കുറച്ച് നേരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 2 റക്അത്ത് റസൂൽ നിസ്കരിച്ചൊക്കെ റാഹത്തായി. അപ്പൊ പറഞ്ഞു അമർതനി ബിമാ ലാ ഉതീഖു, കഴിയാത്ത കാര്യമാണല്ലോ നബിയെ ഇപ്പൊ പറഞ്ഞു എന്ന് തോന്നുക, അത് കഴിയുമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇഖ്റഈ സൂറത്തുൽ ഇഖ്ലാസ് 3 മററാത്ത് ഫഇന്നഹാ തുലുസുൽ ഖുർആൻ. ഉറങ്ങണേന് 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം എന്നാ ഞാൻ പറഞ്ഞത്. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആന്റെ 1/3. അത് 3 വട്ടം ഓതിയാ 1 വട്ടം ഖുർആൻ ഓതിയാ കൂലി കിട്ടും. അതുകൊണ്ട് 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാ മതി എന്ന് ഒരു വഴി പറഞ്ഞു കൊടുത്തു ഹബീബായ നബി. അങ്ങനെ തന്നെയാ വേണ്ടത്. ഇദാ നളർതഹാ സർറതക വഇദാ അമർതഹാ അതാഅതക, എന്ത് പറഞ്ഞാലും അനുസരിക്കണം, അല്ലാഹുവിന് എതിരില്ലാത്ത കാര്യങ്ങൾ എന്നർത്ഥം. പിന്നെ വഇദാ ഗൈബത അൻഹാ, നീ അവളെ തൊട്ട് ഇറങ്ങിപ്പോന്നാൽ തഹ്ഫളു നഫ്സഹാ വമാലക്, തഹ്ഫളു നഫ്സഹാ, അവൾ അവളുടെ ശരീരത്തെയും കാക്കും, വമാലക, നിന്റെ ധനത്തെയും. ഇതാണ് ഖൈറുൻ നിസാ, സ്വഹീഹുൽ ബുഖാരി. ഇതാണ് ഖൈറുൻ നിസാ എന്ന ഹബീബായ നബി. ശ്രദ്ധിക്കുക, വീട്ടിൽ കയറി ചെല്ലുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം. ഒന്നിരിക്കൽ പുതിയ അതിഥി വന്നിട്ടുണ്ടാവും, നിനക്ക് കാണാൻ പാടില്ലാത്ത അതിഥി, അല്ലെങ്കിൽ ഭാര്യ ഏതോ ഒരു രൂപത്തിൽ ഇരിക്കായിരിക്കും. അതൊക്കെ അന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖാല ഇദാ ദഖല അർറജുലു ബൈതഹു, ഒരാൾ അയാളെ റൂമിൽ കയറുകയാണെങ്കിൽ, വീട്ടിൽ കയറുകയാണെങ്കിൽ, ഉസ്തുഹിബ്ബ ലഹു, അയാൾക്ക് സുന്നത്തായ കാര്യമാണ് അയാളൊന്ന് ഒച്ച അനക്കണം, ഒച്ച ഉണ്ടാക്കണം, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഒതുക്കും കല്ലുമ്പൽ ചെരുപ്പൊരു 4 വട്ടം അടിക്കണം, പാഞ്ഞ കയറി ചെല്ലരുത്. മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്? എന്തെങ്കിലും വെച്ച ഉണ്ടാക്കുക. വാപ്പാൻ്റെ എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ മനസ്സിലാവും ഇത് വാപ്പ തന്നെയാണ്. ഓരോ ഒരു രീതി ഉണ്ടാവും, ഒരു രീതി, ഒരു ശബ്ദം ഉണ്ടാക്കുക. അങ്ങനെ മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്? അങ്ങനെ യത്തനഹ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ മുരടനക്കുക
എന്നിങ്ങനെ പറയാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലൊന്നിട്ടിട്ട് വരസ, അല്ലെങ്കിൽ മുന്നിലെ കല്ലിൽ കാലിട്ടിട്ട് ചെരുപ്പിട്ടിട്ട് ഒരു രണ്ടോട്ടം അടിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ആദാബ് ആദാബ്. സ്വന്തം വീട്ടിൽ ഈ ആദബ് പാലിക്കണം എന്ന് ബഹുമാനപ്പെട്ട ദീൻ പഠിപ്പിച്ചു. ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു. വളരെ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വന്തം വീട്ടിൽ പോലും ഇതാണ് നിയമമെങ്കിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഇടപഴകുന്നതിൻ്റെ രീതി എത്ര ഗൗരവമാണ് എന്ന് ചിന്തിക്കേണ്ടതാകുന്നു. ഇതാണ് രീതിയെങ്കിൽ, ഇത്ര ഗൗരവമാണ് വിഷയമെങ്കിൽ, വാതിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമ്മതം ചോദിക്കാൻ പോലും പാടില്ലാത്ത അത്ര ഗൗരവമാണ് വിഷയമെങ്കിൽ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വഇദാ സഅൽതുമൂഹുന്ന മതാൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. فإذا سألتموهن متاعا فاسألوهن من وراء حجاب. കേരളത്തിലെ ഒരു സാംസ്കാരിക നായകന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്നലെ. തൊടുമ്പോൾ അലിഞ്ഞു പോകുന്നതാവരുത് സ്ത്രീത്വം. ഒന്ന് തൊട്ടുപോയാൽ അലിഞ്ഞു പോകുകയും അരുത്. വിമാനത്തിൽ അറിയാതെയോ അറിഞ്ഞോ തൊട്ടുപോയാൽ വലിയ ബഹളം കൂട്ടുകയും അരുത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണത്, അത് ഇസ്ലാം സംസ്കാരമല്ല. അത് മാനുഷിക ധർമ്മത്തിന് എതിരാണ്. പെണ്ണ് പവിത്രമാണ്. അതും ഇന്നലെ പ്രസിദ്ധീകരിച്ചതാണ് സുകുമാർ അഴീക്കോടിൻ്റെ അഭിപ്രായം. ഞാൻ ജോസഫിന് അനുകൂലമൊന്നുമല്ല, എങ്കിലും പെണ്ണുങ്ങളെ തൊടുമ്പോഴത്തിന് പെണ്ണുങ്ങൾ തുള്ളുന്നതിന് ഞാൻ എതിരാണ് എന്നാണ് നമ്മളെ ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ്റെ അഭിപ്രായം. നമ്മളെ സംസ്കാരം എത്ര ഉണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചിന്തിക്കണം. മലയാളികളുടെ സാംസ്കാരിക നായകന്മാരാണിവർ. മലയാളികൾക്ക് ധർമ്മം പഠിപ്പിച്ചവരാണിവർ. മലയാളികൾക്ക് അനർഘമായ തത്വമസി എഴുതി കൊടുത്തവരാണിവർ. തത്വമസി എഴുതിയവരാണിവർ. തത്വങ്ങളുടെ സമ്പൂജ്യമായ തത്വസംഹിതങ്ങളെ മലയാളിക്ക് പഠിപ്പിച്ചവരുടെ പോലും ധർമ്മം രീതി തീക്കൊള്ളിയിൽ ഉറുമ്പരിച്ചിരിക്കുന്നു. ധർമ്മനായകന്മാർക്ക് പോലും അവർ പോലും ഇന്ന് ഉപഭോഗ സംസ്കാരത്തിന്റെ അടിമകളായിരിക്കുന്നു. എല്ലാവരും ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ടുപോയി. അഴീക്കോട് സാറിൽ നിന്ന് ഒരിക്കലും മലയാളി ഇങ്ങനെ ഒരു വാക്ക് പ്രതീക്ഷിക്കുന്നില്ല. വളരെ അബദ്ധമായി പോയി ആ വാക്ക്. പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെങ്കിലും മലയാളി എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്നൊരു പ്രതീക്ഷിക്കാത്തതാകുന്നു. മലയാളിയാണ്. നിങ്ങൾ ആംസ്റ്റർഡാമിലല്ല, നിങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലല്ല, നിങ്ങൾ ലക്സംബർഗിലല്ല, നിങ്ങൾ കപ്പലിൽ നിന്ന മരച്ചീനിൽ നിന്ന സംസ്കാരത്തിന്റെ പവിത്രതയെ വെളിച്ചം പോലെ ഹൃദയത്തിന്റെ കല്ല് പോലെ സൂക്ഷിച്ചു പോകുന്ന മലയാളികളുടെ മണ്ണിലാകുന്നു. അതുകൊണ്ട് അഴീക്കോട് സാർ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് നാക്ക് പിഴച്ചതോ അതോ പത്രത്തിന് പിഴച്ചതോ എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ആവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ അഴീക്കോട് സാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അയാൾ ഒരു വലിയ മനുഷ്യനായിരുന്നു എന്നൊക്കെ മലയാളി ധരിച്ചിരുന്നു. ഒരിക്കലും അഴീക്കോട് സാറ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സ്ത്രീ പവിത്രമാണ്. അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നായകൻ ഇപ്പോഴും മുഹമ്മദ് നബിയാണ്. എക്കാലത്തെയും സാംസ്കാരിക നായകൻ മുഹമ്മദ് നബിയാണ്. വിശ്വസിക്കാവുന്ന സാംസ്കാരിക നായകൻ മനുഷ്യലോകമേ മറ്റാരുമല്ല, മുഹമ്മദ് നബിയാണ്. മാറില്ല. ഒരു പത്രപ്രസ്താവനക്ക് മാറില്ല, ഒരു വിമാനം കയറ്റത്തിന് മാറില്ല. മഹാനായ മുഹമ്മദ് നബി പെണ്ണിനെ വന്ന് നോക്കുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് നബി. എന്തുകൊണ്ട്? സ്ത്രീത്വം അലിഞ്ഞു പോകുന്നത് തന്നെയാണ്. സ്ത്രീ എപ്പോഴും കളങ്കപ്പെടുന്നവളാണ്. നോട്ടം അവളെ കളങ്കപ്പെടുത്തും. അവൾക്ക് ഏറ്റവും വലിയ മഹത്വം അവളെ ലജ്ജയാവുന്നു. അവളെ ലജ്ജ അവളുടെ ഏറ്റവും വലിയ മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വൈരാ സഅൽതുമൂഹുന്ന മതാൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്കൊരു സാധനം വാങ്ങേണ്ടി വന്നാൽ
ഫസ്അലൂഹുന്ന ഫഇദാ സഅൽതുമൂഹുന്ന മതാൻ, ഏതെങ്കിലും ഒരു സാധനം വീട്ടിൽ നിന്ന് വാങ്ങേണ്ടി വന്നാൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, വീട്ടിലെ ഹിജാബിന്റെ പരിധിക്ക് പുറത്ത് നിൽക്കണം, മറക്ക് പുറത്ത് നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് വളരെ വ്യക്തമായി ഇത് പറഞ്ഞു. അനിബിൻ മസ്ഊദിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, വളരെ ഗൗരവമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കുക. ഹബീബായ നബി പറഞ്ഞു, ഇന്നൻ നളറ സഹ്മുൻ മസ്ഹൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസ് വേട്ടക്കിറങ്ങും, രാവിലെ അമ്പും കൊണ്ട് വേട്ടക്കിറങ്ങുന്നു. അവന്റെ ഏറ്റവും വിഷമുള്ള അമ്പെന്ന് പറയുന്നത് നോട്ടമാകുന്നു. അപ്പൊ എപ്പോഴും ആണിനെയും പെണ്ണിനെയും കൂടെ പരസ്പരം അടുപ്പിക്കുകയും തമ്മാടിത്തരം ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ പ്രധാനമായി പിശാച് മാധ്യമമാക്കുന്നത് നോട്ടമാകുന്നു. ഇന്നൻ നളറ സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ അമ്പുകളിൽപ്പെട്ട ഏറ്റവും വലിയ അമ്പ് നോട്ടമാണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇമാം തബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് കുല്ലു ഐനിൻ ബാഖിയ ഇല്ലാ ഐനുൻ വല്ലത് അൻ മഹാരിമില്ലാഹ്, അല്ലാഹുവിന്റെ ഹറാമിനെ തൊട്ട് കാക്കുന്ന, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കാക്കുന്ന കണ്ണുകളല്ലാത്ത കണ്ണുകളെല്ലാം അന്ത്യനാളിൽ കരഞ്ഞു പോകുമെന്ന് മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കണില്ല, വളരെ ചിന്തിക്കണം. അപ്പൊ പരസ്പരമുള്ള നോട്ടം വീടുകളിലും മറ്റൊക്കെ സന്ദർശകർ വരുമ്പോഴും ഇടപഴക്കത്തിലും തൊഴിലാളികൾ തമ്മിലൊക്കെ നോട്ടത്തിലൊക്കെ വളരെ ഗൗരവമുള്ള പാഠം ഇവിടെ ശറഅ് നൽകുന്നുണ്ട്. അത് ഗൗരവമുള്ള വിഷയമായി എല്ലാവരും മനസ്സിലാക്കേണ്ടതാകുന്നു. നഹാ റസൂലുള്ളാഹി അനിൻ നളരി ഇലൽ ഔറാത്തി. ശ്രദ്ധിക്കണേ, പുതിയൊരു വിഷയ പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി വിരോധിച്ചു ഔറത്തിലേക്ക് നോക്കുക. അത് ഒരാണ് ആണിന്റെ ഔറത്തിലേക്ക് നോക്കിയാലും വേണ്ടില്ല. ഒരു പെണ്ണ് പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കിയാലും വേണ്ടില്ല. വികാരത്തോടുകൂടെയോ വികാരമില്ലാതെയോ എങ്ങനെയാലും വേണ്ടില്ല. ശ്രദ്ധിക്കണേ, നല്ലോണം മനസ്സിലാക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പെണ്ണിനെ മാത്രമല്ല നോക്കാൻ പാടില്ലാത്തത്, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ആൺകുട്ടികളെ നോക്കൽ, ഫിത്നയെ ഭയപ്പെടാത്ത സാഹചര്യത്തിൽ കറാത്തും ഫിത്നയെ ഭയപ്പെട്ടാൽ ഹറാമുമാവുന്നു. ശ്രദ്ധിക്കണം. എന്തൊക്കെ വൃത്തികെട്ട വാർത്തകളാ വന്നുകൊണ്ടിരിക്കുന്നത്, പറയാൻ വയ്യ. മലപ്പുറം ജില്ലയിലെ ഒരു അങ്ങാടിയെ കേന്ദ്രീകരിച്ച് 4-5 കൊല്ലം മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത വീണ്ടും വന്നു ഈ കൊല്ലം. ഞാൻ വിശദീകരിക്കണില്ല, അതൊക്കെ പറഞ്ഞാൽ നോമ്പ് നോറ്റ് പറയാൻ പാടില്ല. വൃത്തികെട്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ലൂത്ത് നബിയുടെ ജനതയെ അല്ലാഹു നശിപ്പിച്ചതുപോലെ സ്വവർഗരതികാരുടെ ആ പര്യവസാനം നരകമാണ്. അള്ളാഹു ഒരിക്കലും അവരെന്ന് പൊറുക്കുന്നു വിചാരിക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര പ്രശ്നം. ഈ ലോകത്തെ ഏറ്റവും കനത്ത ശിക്ഷിച്ചിട്ടുള്ളത് സ്വവർഗരതിക്കാരെ. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ശ്രദ്ധിക്കേ, നിങ്ങളിൻ്റെ കൂടെ വരണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു തആല ഏറ്റവും കൂടുതൽ അള്ളാഹു തആല കനത്ത് ശിക്ഷിച്ചത് എങ്ങനെ? ആ നാട്ടുകാരെ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നാടിനെ അടിയിളക്കി അങ്ങോട്ട് കൊണ്ടുപോയി. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കോഴി കൂവിയാൽ ആകാശത്തേക്ക് കേൾക്കണ ദൂരം അത്ര കൊണ്ടുപോയി, നാട് പൊക്കി. പിന്നെ ഓറ്റമറിക്കൽ. ലോക ചരിത്രത്തിൽ ഏറ്റവും കനത്ത ശിക്ഷ വന്നത് സ്വവർഗരതിക്കാരാണ്. വളരെ ചിന്തിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കട് പറയാമീൻ പറയാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പരിധി ഉണ്ടായതുകൊണ്ട് ഞാനത് നിർത്തുകയാണെങ്കിൽ നീട്ടി പറയണില്ല. പരിധി ഉണ്ടല്ലോ. നോക്ക്, 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, 15 വയസ്സ്, 20, ചിലപ്പോൾ 22 ഒക്കെ അതിൽ പെടാം. ഏതായാലും ചിലപ്പോൾ അതിൻ്റെ പരിധി വിടാതെയും അങ്ങനെ വരാം. ഒക്കെ ഞാൻ പറയാണ്, അത് ഏറ്റവും വൃത്തികെട്ട സംഗതിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശദീകരിക്കണില്ല, വിശദീകരിക്കുന്നതിൽ പരിധിയുണ്ട്.
കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ആൺകുട്ടികളെ ഫിത്നയെ ഭയപ്പെടാതെ നോക്കൽ കറാത്തും, നോക്കിക്കൊണ്ടേയിരിക്കുക. കറാത്തും ഫിത്നയെ ഭയപ്പെടുമെങ്കിൽ ഹറാമുമാണ്. വളരെ ചിന്തിക്കണം. ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ശരിക്ക് അതാണ് മിന റജുലിൻ ഇലാ റജുലിൻ, ഒരാണിന്റെ ഔറത്തിലേക്ക് നോക്കുക. ഔ മിൻ ഇംറഅത്തിൻ ഇലാ ഇംറഅത്തിൻ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം ഒരു പെണ്ണാസ്വദിക്കുക. ബിശഹവത്തിൻ ഔ ബിഗൈരി ശഹവത്തിൻ, വികാരത്തോടുകൂടെയോ വികാരമില്ലാതെയോ. വലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി, ഒരാണിന്റെ ഔറത്തിലേക്ക് നോക്കരുത്. വലാ തൻദുരിൽ മർഅതു ഇലാ ഔറത്തിൽ മർഅതി വലാ യുഫ്ളിർ റജുലു ഇലാ റജുലി ഫീ തൗബിൻ വാഹിദിൻ, ഒരാണും ഒരു പുറപ്പിൽ കിടക്കരുത്. സ്വഹീഹ് മുസ്ലിം. മനസ്സിലാക്കണം. വീട്ടുമര്യാദയെ പറയുന്നത് നല്ലോണം ചിന്തിക്കണം. വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലാ യുഫ്ളിർ റജുലു ഇലാ റജുലി ഫീ തൗബിൻ വാഹിദിൻ, ഒരാണും ഒരു പുറപ്പിൽ കിടക്കരുത്. വലൽ മർഅതു ഇലൽ മർഅതി ഫീ തൗബിൻ വാഹിദിൻ, ഒരു പെണ്ണും. കല്യാണമുള്ള സമയത്തൊക്കെ ഇത് വല്ലാതെ നടക്കും. ശ്രദ്ധിക്കണം. കല്യാണം ഉണ്ടാകുമ്പോൾ നായിട്ട് വരും. അപ്പൊ പിന്നെ എന്താവുന്നത്, ഇങ്ങനെ അടുക്കും. കല്യാണമൊക്കെ മിക്കവാറും ഇന്നത്തെ കല്യാണത്തിന്റെ കാര്യം വലിയ കുണ്ടിലേക്കാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പഴയ കാലത്തെ പകലായിരുന്നു കല്യാണം, എന്നിട്ട് അതിനെ കൊണ്ട് ശല്യായി. അങ്ങനെ കല്യാണം അല്ല, പഴയ കാലത്ത് രാത്രിയായിരുന്നു കല്യാണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാത്രിയാണ് കല്യാണം. ഞാൻ 1-2 കല്യാണത്തിലൊക്കെ അങ്ങനെ കൂടിയ ഓർമ്മ എനിക്കുണ്ട്. രാത്രിയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ഒന്ന് സഹകരിക്കുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു കല്യാണം. പിന്നെ അത് നമ്മൾ പരിഷ്കരിച്ചു, നന്നായി, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉണ്ടാവുമ്പോൾ ശല്യം തന്നെയാണല്ലോ. മാറ്റി. എന്നിട്ട് എന്തുണ്ടായത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പകൽ കല്യാണം ആണ് അതിനേക്കാളും വലിയ കല്യാണം. അതറിയാം. വടക്കേ മലബാറിൽ ഇത് സ്ഥിരമാണ്. വടക്കേ മലബാറിന്റെ കാര്യം പോക്കാണ്, വളരെ പോക്കാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളെ കാര്യം വളരെ പോക്കാണ്. ഈ വിഷയത്തിൽ വളരെ പോക്കാണ്. ഞാൻ മലപ്പുറത്തിന് ഒഴിവാക്കി പറയല്ല, മലപ്പുറത്ത് വേറെ ചില ദോഷങ്ങളുണ്ടെങ്കിലും ഇതിനേക്കാൾ ഗൗരവമാണ് ആ ഭാഗത്ത്. ഭയങ്കര പ്രശ്നം. കല്യാണത്തലേന്ന് ഗാനമേളകൾ നടക്കുക. ആണും പെണ്ണും കൂടി ഒരു പന്തലിരുന്ന് ഒരുമിച്ച് സുറ പറയാ. ഇതൊക്കെ രീതിയാക്കിയ ഒരു കല്യാണത്തിന് 5-6 ലക്ഷം രൂപ. ഒരു കല്യാണത്തിന് 5-6 ലക്ഷമൊക്കെ രൂപ പൊട്ടിക്കുന്ന ചില കല്യാണങ്ങൾ, അതൊക്കെ വലിയ നാശമാണ്. അത് വടക്കേ മലബാറിലെ മുസ്ലിമീങ്ങളെ ബാധിച്ചിരിക്കുന്നു. വടക്കേ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ഈ വലിയ പ്രശ്നം വന്നിരിക്കുന്നു. ഇത് വലിയ അപകടകരമാണ്. അപ്പൊ ഏതായാലും ശ്രദ്ധിക്കുക. കല്യാണത്തിന്റെ സമയത്തൊക്കെ ഈ ജാതി പ്രശ്നം വരും. വലൽ മർഅതു ഇലൽ മർഅതി, ഒരു പെണ്ണിനോട് കൂടെ ഫീ തൗബിൻ വാഹിദിൻ, ഒരു പുറപ്പിൽ കിടക്കാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കണം. ഇതാ ഈ ഹദീസിന്റെ വ്യാഖ്യാനം ശറഹ് മുസ്ലിം. വസ്തദല്ലൽ ഉലമാഉ ബിൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് ആലിമീങ്ങൾ ലക്ഷ്യം പിടിച്ചിരിക്കുന്നു. അലാ അദ്മിൽ ജവാസി ഇൽതിർജാഇർ റജുലി മഅർ റജുലി, ഒരാണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല, ഒരു പെണ്ണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല. മാ ഇൽതിമാസിൻ ബി ബഅലിൽ ബദനി, തടി പരസ്പരം സ്പർശിക്കുന്ന വിധത്തിൽ കിടക്കാൻ പാടില്ല എന്നാണ് ഈ വിഷയത്തിന്റെ താല്പര്യം. ശ്രദ്ധിക്കുക. ഏതെങ്കിലും അവയവല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൂട്ടിമുട്ടുന്ന വിധത്തിൽ ഒരു ആണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല, പെണ്ണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല. ഭയങ്കര പ്രശ്നമാണ്. ശ്രദ്ധിക്കുക. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഒരു ഹദീസ് അൻ അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി ഖാല ഖാല റസൂലുള്ളാഹി മുറു ഔലാദകും ബിസ്സലാ, നിങ്ങളെ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കുക. വഹും അബ്നാഉ 7 സിനീൻ, 7 വയസ്സാകുമ്പോൾ. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ. ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാം ശ്രദ്ധിക്കേ ഈ വിഷയം പറയുന്നത്. വദ്രിബൂഹും അലൈഹാ, നിസ്കാരത്തിന്റെ പേരിൽ കുട്ടികളെ ആട്ടിക്കണം. വഹും അബ്നാഉ 10 സിനീൻ, അവർക്ക് 10 വയസ്സാകുമ്പോൾ. എന്നിട്ടോ വഫർരിഖൂ ബൈനഹും ഫിൽ മലാജിഇ, 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പരസ്പരം മാറ്റിക്കിടത്തേണ്ടതാവുന്നു എന്ന്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊന്നും
പഴയ കാലത്ത് ഈ കാര്യത്തിലൊക്കെ വളരെ കണിശുണ്ടായിരുന്നു, ഇൽമൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇൽമുള്ള ആലിമ്യങ്ങൾ പറഞ്ഞ് വയലു പറഞ്ഞ് കേട്ടിട്ടും മസ്അലകൾ വയലു പറഞ്ഞ് കേട്ടിട്ടും ഇന്ന് മസ്അല വയലു കേൾക്കാനുള്ള താല്പര്യം പൊതുജനത്തിന് ഇല്ല. അങ്ങനെ ആയിട്ട് പഴയ കാലത്തൊക്കെ മസ്അല വയലുകൾ കേട്ടിട്ട് ഗൗരവമായി ഈ കാര്യമൊക്കെ ചെയ്തിരുന്നു. ഇന്ന് ആ സാഹചര്യമൊക്കെ വീട്ടിലില്ലാതെയായിപ്പോയി. അതുകൊണ്ട് ഒരുപാട് നാശങ്ങൾ വന്നു, ഒരുപാട് നാശം വന്നു. കോടതിയിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. നോക്ക്, ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഔനുൽ മഅബൂദ് അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തഫരീഖു ബൈനൽ അബ്നായി, കുട്ടികളുടെ വേർപിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പുലൂഗി അശ്രി സനവാത്തിൻ 10 വയസ്സാകുമ്പോ എന്ന് പറഞ്ഞത് ലാബിലെ അശ്രി പക്കത്ത് 10 എന്ന് മാത്രം കണക്കാക്കണ്ട. ഇന്നമാ ബി പുലൂഗി അഹദിഹിം, 10ന്റെ മുന്നേ തന്നെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായാൽ 10ന് മുമ്പ് തന്നെ, ഉദാഹരണം പറയാം, ചിലപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഇന്നത്തെ സാഹചര്യം നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന പെൺകുട്ടികൾക്ക് 9 വയസ്സായാൽ 9.5 10ന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോഴൊക്കെ ഹൈല് വരാൻ മനസ്സിലാവണില്ലേ സാധ്യതയുണ്ട്. അതേപോലെ ആൺകുട്ടികൾക്കും വരാം. ആൺകുട്ടികൾക്ക് ഹെത്തിലാം ഉണ്ടായാൽ, അവർക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ പ്രായപൂർത്തിയാവും. അവിടെ പിന്നെ വയസ്സിന്റെ കണക്കില്ല. അതുകൊണ്ട് 15 വയസ്സ് പൂർത്തിയാകട്ടെ, പിന്നെ കാത്തിരിക്കാൻ പാടില്ല. ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ തന്നെ 10 വയസ്സായാൽ മാറ്റിക്കിടത്തണം. അതിനു മുമ്പ് പ്രായപൂർത്തിയായാൽ അതിനു മുമ്പ് മാറ്റിക്കിടക്കേണ്ടാവുന്നു. ശ്രദ്ധിക്കണം. ഈ പറഞ്ഞത് ഒന്ന് വളരെ ശ്രദ്ധിക്കുക. മാറ്റിക്കെടുത്തണം. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ വിട്ടുപിരിക്കപ്പെടണം. ശ്രദ്ധിക്ക, ആണ് പെണ്ണിന്റെ ഇടയിൽ മാറ്റിക്കിടത്തണം എന്ന് മാത്രമല്ല അർത്ഥം. ആൺകുട്ടികളുടെയും ഇടയിലും വൽ ഇനാസി ബൈനൽ ഇനാസി, പെൺകുട്ടികളുടെയും ഇടയിലും മാറ്റിക്കിടത്തേണ്ടതാകുന്നു എന്ന്. ലിമാ യകൂനു മിൻ മുലാമസത്തിൽ അജ്സാദി വൽ ഔറാത്തി, തടിയും ഔറത്തുകളും പരസ്പരം കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട് ഉറക്കത്തിലും മറ്റും. ഫതൻഫസിമ അൻഹൽ ഫിതനു വൽ ഫവാഹിഷു മഅല്ലാഹ്, അതുവഴി അപകടകരമായ കുഴപ്പങ്ങൾ ഉണ്ടാകുമല്ലോ എന്നുകൊണ്ടാണ് ശറഅ് കർശനമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ കണിശമായ നിയമങ്ങളാവുന്നു. ശറഅ് വളരെ കണിശമാക്കിയതാണ്. പഴയ കാലത്തൊക്കെ ഈ കാര്യത്തിൽ വളരെ വലിയ കാണിശമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം എന്ന്, വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിയമമെങ്കിൽ അതായത് അനുജനെയും ജ്യേഷ്ഠനെയും വരെ 10 വയസ്സായാൽ മാറ്റിക്കിടത്തണമെന്നാണ് നിയമമെങ്കിൽ 10 വയസ്സായ മൂത്ത കുട്ടിയെ 9 വയസ്സായ ഇളകുട്ടിയുടെ കൂടെ കിടത്താൻ പാടില്ലാത്തതാണ്. അവർ ആൺകുട്ടികളാണെങ്കിലും. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടല്ലോ, വളരെ ചിന്തിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കൂടെ കിടത്താൻ പാടില്ല, മാറ്റിക്കിടത്തണം. ഇത്ര ഗൗരവമാണ് നിയമമെങ്കിൽ, ശ്രദ്ധിക്കുക, ഇത്ര ഗൗരവമാണ് നിയമമെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക ഇത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും അത്. ഒരു ഫാൻസി സ്റ്റോറിൽ ഒരു പെണ്ണും ഒരു ആണും ഒരുമിച്ച് നിലകൊള്ളുക എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും ഇത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ സമ്പ്രദായമുള്ളത് നരകത്തിന്റെ അടിത്തട്ടിലേക്കുള്ള യാത്രയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ശരി. അൻ ആമിർ ഇബ്നു റബീഅ ഖാല ഖാല റസൂലുള്ളാഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ മഹ്റമുൻ, തന്റെ വിവാഹം ഹറാമായതോ അല്ലെങ്കിൽ ഭർത്താവോ ഉള്ളതല്ലാത്ത ആളെ കൂട്ടത്തിലല്ലാതെ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചാകാൻ പാടില്ലാത്തതാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദൂ മഹ്റമിൻ, അങ്ങനെ ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഫഇന്ന സാലിസഹുമ ശൈത്താൻ, പിന്നെ അവിടെ മൂന്നാമത്തെ ആൾ ശൈത്താനാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ഒരാണ് ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പാടില്ല. ഫാൻസി സ്റ്റോറുകൾ ഇന്ന് നരകത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാ രാവിലെ മുതൽ.
ഈ ഫാൻസി സ്റ്റോറുകൾ, പെണ്ണുങ്ങൾക്ക് വളയും മാലയൊക്കെ വിൽക്കുന്ന പീടികകൾ ഹറാമിന്റെ കൊട്ടാരങ്ങളാണ്. അവിടെ കയറുന്നവരിൽ വലിയൊരു ശതമാനം ഹറാമിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും കടക്കാരോട് ദേഷ്യം ഉണ്ടായിട്ടാണ് വിചാരിക്കരുത്. നേരം വിളിച്ചാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാണ്, പെണ്ണുങ്ങളത്തേല് അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് കയറാം. തീരെ അടബില്ലാതെയായത് ഈ വിഷയത്തിൽ സമുദായത്തിന്റെ പെണ്ണുങ്ങളാണ്. ഒരു ഫാൻസി സ്റ്റോറിൽ ഒരുത്തൻ ഒരുമിച്ച് ഒറ്റക്ക് നിൽക്കുന്നുണ്ടാൽ ഒരു അന്യ സമുദായക്കാരിയായ പെണ്ണാണെങ്കിൽ അവിടുന്ന് കയറാതെ പോകും. യാതൊരു മടിയില്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ കയറുന്ന മുസ്ലിം വനിതകളാണ്. വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പെണ്ണുവാണോ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ പിന്നെ മൂന്നാമത്തെ ആൾ പിശാചാണ് മുഹമ്മദ് നബി. ഇത് ഫാൻസി സ്റ്റോറിന് മാത്രം ബാധകമല്ല. ഇന്നത്തെ ചില വലിയ ടെക്സ്റ്റൈലുകൾ, ആ ടെക്സ്റ്റൈലിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് വേണ്ടി ചെറുപ്പക്കാരായ ആൺകുട്ടികളെ കൂട്ടത്തിലേക്ക് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതി ഹറാമാവുന്നു. വളരെ ചിന്തിക്കണം. അതിന് നല്ല ഗ്ലാമറുള്ള ചെക്കന്മാരെ തന്നെ പിടിച്ചിട്ട് ടെക്സ്റ്റൈൽ ഉടമകൾ നല്ല ഗ്ലാമറുള്ള ചെക്കന്മാരെ സെയിൽസ്മാൻമാരാക്കുന്നത് ഹറാമാണ്. ഇല്ല, ഞാൻ ആരും കണ്ടിട്ടില്ലല്ലോ, ഞാനിവിടെ അനാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ നീ പറഞ്ഞാലും നിന്റെ ഓരോ തരി പൈസയും ഹറാമാണ്. ഗ്ലാമറുള്ള ചെക്കന്മാരെ സെയിൽസ്മാൻമാരാക്കി പെണ്ണുങ്ങൾ കയറി വരുന്ന കടകൾ നിർത്തലിൽ ഹറാമാണ്. അതിൽ സംശയം തന്നെ വേണ്ട. അത് പച്ച ഹറാമാണ്. ഞാൻ മര്യാദക്കല്ലേ വിൽപ്പന നടത്തിയിട്ടുള്ളൂ, ഞാൻ ഹറാമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നല്ല ഇങ്ങനെ തേച്ച് മിനുങ്ങിയിട്ട് നേരം വെളുത്താൽ തേച്ച് മിനുക്കുന്ന നല്ല ഗ്ലാമറുള്ള ചെക്കന്മാര്, അവർക്ക് അവരെ ഉടുപ്പന്നെ മിക്കവാറൊക്കെ ഈ ഇതിൻ്റെ താഴെയാണ്. അങ്ങനെയാണ്. ചില പുതിയ ഉടുപ്പിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കോളേജ് കുട്ടികളിലൊക്കെ ഈ ഉടുപ്പ് കാണുന്നുണ്ട്. ഈ ഉടുപ്പ് ഹറാമിലേക്കാണ്. ചില ഫാൻസൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ. ഇല്ല, എന്താ പറയാ ഇല്ല, ഒരു പുതിയ ഉടുപ്പില്ലേ? നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ടൊന്നും അറിയൂല. ഒക്കെ ഈ ഏറനാട്ടുകാരൻ സാധുവിന് മാത്രമേ അറിയുള്ളൂ. എന്തേ ഇല്ല, നിങ്ങൾക്ക് അറിയൂലേ? ഏതായാലും ഒരു വേസ്റ്റ് ഫ്രീ എന്തോ ഒരു പേരുണ്ടല്ലോ, അത് പുക്കളിൻ്റെ താഴെ കിടക്കും. പിന്നെ പല്ലിയുടെ വാല് മുറിഞ്ഞതുപോലത്തെ ഒരു ഷർട്ട് ഉണ്ടാവും. ആ ഷർട്ട് മുകളിലും അങ്ങനെ ഒപ്പിച്ച് ഒന്നര കുമ്പിട്ടാല് പുറം മുഴുവനും കാണുന്ന കോളേജ് കുമാരന്മാരുടെ, സ്കൂളിൽ പോകുന്ന പുതിയ കുട്ടികളുടെ വസ്ത്രം ഹറാമാവുന്നു. തന്നെ ഹറാമാണ്, അതിനൊന്നും സംശയമില്ല. അതൊക്കെ ഹറാമാണ്. മുട്ടപ്പുക്കള് പൂർണ്ണമായി ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറക്കേണ്ടത്, ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറക്കേണ്ടതാണ്. അത് ഹറാമാണ്. ഏതായാലും അത്തരം ചെക്കന്മാരെ പിടിച്ച്, ഗ്ലാമറുള്ള ചെക്കന്മാരെ നോക്കി നല്ല സ്മാർട്ടായ ചെക്കന്മാരെ പിടിച്ചിട്ട് ടെക്സ്റ്റൈലാക്കുക, ജൗളിക്കടയിലാക്കുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് കടയിലാക്കുക. അവരാ ഗ്ലാമർ കണ്ടിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ കയറി വരിക, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അവരോട് കൂടെ ഒന്നും കൂടെ അത്തരം ആളുകൾക്ക് സെയിൽസ്മാൻമാരാണെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എടുക്കുകയും അവരോട് കൂടെ കുറച്ചു നേരം കൂടി ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ രൂപത്തിൽ സെയിൽസ്മാൻമാരെ സംവിധാനിക്കുക എന്ന ഇന്നത്തെ കടകച്ചവടങ്ങളുടെ രീതി ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികളെ ഇരുത്തുന്നത് ഹറാമാണ്. അവർക്ക് ജീവിക്കാൻ വഴിയില്ലെങ്കിലോ പിന്നെ എന്തിനാ നാട്ടിൽ നമ്മൾ ജീവിക്കണത്? അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ ഒരു പെൺകുട്ടി ഒരു ടെലിഫോൺ ബൂത്തിൽ നൂറുകണക്കായ ചെറുപ്പക്കാര് ആഭാസം വിളിച്ചു പറയുന്ന വേദിയല്ലേ ടെലിഫോൺ ബൂത്ത്? തോന്നിയതല്ലേ വിളിച്ചു പറയാ? എന്താ പ്രത്യേകിച്ചാണ് അവിടെ ആ ഫോണിന്റെ അടുത്തിരിക്കുന്ന ഒരു പെണ്ണാണെന്ന് കൂടി കണ്ടാൽ പിന്നെ ഇവനെ പോലത്തെ ഞരമ്പ് രോഗികൾക്ക് പിന്നെ ലൈസൻസ് ഒന്നും, നിങ്ങൾ എൻ്റെ പല്ലേ, നിങ്ങൾ റേഞ്ച് വിട്ടാ ഈ ജാതി ഞരമ്പ് രോഗികൾ വിളിച്ചു പറയാ. ഇതൊക്കെ കേട്ടിട്ട് ഒരു പെൺകുട്ടി ക്ഷമിച്ചിരിക്കുക, എന്നിട്ട് നമ്മൾ കുന്തും ഖൈറവുമ്മ, നമ്മൾ ഉത്തമ സമുദായ എന്ന് വേഗം പറയാ. ഇതെന്താ അർത്ഥമുള്ളത്? അങ്ങനത്തെ കുടുംബങ്ങളിലെ കുടുങ്ങിയ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ കടമയാണ്. അത് താനി ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കൽ ഹറാമാണ്.
ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കുന്നത് ഹറാമാണ്, അത് തനിച്ച ഹറാമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈലുകളിലും റെഡിമെയ്ഡ് കടകളിലും പെണ്ണുങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള റൂം ഉണ്ടാക്കുന്നത് ഹറാമാണ്. തനി ഹറാമാണ്. നിന്റെ കടയുടെ ലാഭത്തിന്റെ ഒരു ഫീൽസിൽ പോലും അള്ളാന്റെ ഇഷ്ടം ഉണ്ടാവും വിചാരിക്കണ്ട. അത് തനി ഹറാമാണ്. വളരെ ഇന്നില്ലാത്ത കടൽ ഇല്ല കടലില്ല. അത് പെണ്ണുങ്ങൾക്ക് വന്ന് വസ്ത്രം മാറാനുള്ള സൗകര്യം. മാമിൻ ഇംറഅത്തിൻ ഖലഅത് സിയാബഹാ ഫീ ബൈതിഹാ ഹതകല്ലാഹു സിത്രഹാ മാ ബൈനഹാ വ ബൈനല്ലാഹ്. ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം വീട്ടിലല്ലാതെ വസ്ത്രം അഴിക്കുകയോ വസ്ത്രമിടുകയോ ചെയ്താൽ അള്ളാഹും അവളും തമ്മിലുള്ള ബന്ധം അള്ളാഹു ഒഴിവാക്കി എന്ന് മുഹമ്മദ് നബി. ഇങ്ങനെ നൂറുകണക്കിന് പെണ്ണുങ്ങൾക്ക് അള്ളാഹിനായിട്ടുള്ള ബന്ധം വിടാൻ വേണ്ടിയല്ലേ ഇത്തരം ടെക്സ്റ്റൈലുകൾ? അത് ഹറാമാണ്. അതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ കച്ചവടം നടക്കൂലെങ്കിൽ നീ കച്ചവടം അങ്ങോട്ട് പൂട്ടിയേക്ക്. എന്നാലും വേണ്ടില്ല, അത് ഉണ്ടാക്കണ്ട. അതില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കച്ചവടം നടക്കൂലെങ്കിൽ കച്ചവടം വേണ്ട, കച്ചവടം പൂട്ടുക. കാരണം ഇത് ഹറാമാകുന്നു, ഇത് തനി ഹറാമാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഗൗരവമുള്ള വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇത്തരം വേദികളിൽ പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഇടപഴകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ ഭീമമായ തെറ്റാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹുർമത്ത് അതുവഴി നഷ്ടപ്പെട്ടു പോവുകയാണ്. ശ്രദ്ധിക്കുക, വളരെ ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുക. അതോടുകൂടെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ പെണ്ണിനോട് ഇടപഴകുക, മിണ്ടാതിരിക്കുക. നല്ല പോലെ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങളൊന്നും മിണ്ടരുത്, പെണ്ണുങ്ങൾ മിണ്ടരുത്. ഇന്ന് സാർവത്രികമായിട്ടുള്ള തന്നെ ഹറാമായ ഒരു രീതി, സാർവത്രികമായിരിക്കുകയാണ് ഇന്ന് ആ രീതി. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ നല്ല മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്റെ പ്രായപൂർത്തിയാവാൻ ആവുകയോ അതിനോട് അടുക്കുകയോ ചെയ്ത ആൺമക്കൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ ആൺമക്കൾ, ഇവരോടൊക്കെ ഇന്ന് ഇടപഴകുന്ന രീതി, ഇത് പെണ്ണിന് നരകം വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ്. ഇതൊരു സാമൂഹിക ക്രമം തന്നെ ഇന്ന് മാറി. ഹബീബായ നബി പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. പെണ്ണുങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബി. സ്വഹീഹുൽ ബുഖാരി. ഫഖാല റജുലുൻ മിനൽ അൻസാരി. അപ്പോൾ അൻസാരികളിൽ ഒരാൾ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ അഫറഅയ്തൽ ഹമുവ യാ റസൂലല്ലാഹ്. ശ്രദ്ധിക്കണേ, അഫറഅയ്തൽ ഹമുവ യാ റസൂലല്ലാഹ്. ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ, അവിടെ ബുഖാരി വിശദീകരിക്കുന്നുണ്ട്, ഹമുൽ മർഅത്തി അഖാരിബു സൗജിഹാ. ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർക്കാണ് ഹമുവ് എന്ന് പറയുന്നത്. അവൾ ഒരു പെണ്ണിനെ അടുത്ത് വരിക, വീട്ടിൽ വരിക, താമസിക്കുക, കയറി വരിക, ഇടപഴകുക, ഭർത്താവില്ലാത്ത സാഹചര്യം എങ്കിൽ എന്താ നബിയെ അങ്ങയുടെ അഭിപ്രായം? അല്ലെങ്കിൽ ആ വീട്ടിൽ ഭർത്താവില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവുണ്ട് പക്ഷെ ആ റൂമിൽ ഭർത്താവില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നോക്കൂ. വളരെ ചിന്തിക്കണം. എന്താണ് ഇതിന്റെ സാഹചര്യം? നബിയെ സ്വഹീഹുൽ ബുഖാരി. ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആവല്ലെങ്കിൽ അവരുടെ മക്കളോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ഭർത്താവിന്റെ എളാപ്പ, അതുപോലെ തന്നെ ഭർത്താവിന്റെ അമ്മാവൻ, ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ അൽ മുറാദു അൽ അഖു വബിനുൽ അഖി, ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാര്, അല്ലെങ്കിൽ വബിനുൽ അഖി ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള്, വൽ അമ്മു ഭർത്താവിന്റെ പിതൃവ്യന്മാർ, എളാപ്പ മൂത്താപ്പമാര്, അതേപോലെ തന്നെ വബിനുൽ ഉഖ്തി, വബിനുൽ അമ്മി എളാപ്പാന്റെ മക്കള്, വബിനുൽ ഉഖ്തി ഭർത്താവിന്റെ പെങ്ങളുടെ മക്കള്, വനഹ്വിഹിം മിമ്മാ യഹില്ലു ലഹാ തസ്വീജുഹു ലൗ ലം തകുൻ മുതസവ്വിജ. അവൾ വിവാഹന്റെ ഒഴിവാവുകയാണെങ്കിൽ അവളെ വിവാഹം ചെയ്യൽ അനുവദനീയമായിട്ടുള്ള ആളുകൾ. ഈ ആളുകളോടൊരു പെണ്ണ് ഇടപഴകുന്നതിന്റെ വിഷയം എന്ത് എന്ന് ഹബീബായ നബിയോട് ചോദിച്ചപ്പോൾ ഫഖാല, ഹബീബായ നബി പറഞ്ഞത് അൽഹമു അൽ മൗതു.
അൽഹമു അൽ മൗതു, ഭർത്താവിന്റെ ജേഷ്ഠാനുജന്മാരോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട്, ഈ പറയപ്പെട്ട ആളുകളോട് ഇടപഴകുക എന്ന് പറയുന്നത് അൽഹമു അൽ മൗതു, അതാ പെണ്ണിന്റെ മരണമാണ്. സ്വഹീഹുൽ ബുഖാരി. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് കയറി വന്ന ഒരു രീതി, ഗൾഫ് കൊണ്ടാണ് സത്യത്തിൽ ഈ തിന്മകളെല്ലാം നമ്മളെ നാട്ടിൽ കയറി വന്നിട്ടുള്ളത്. ഗൾഫ് വളരെ കുറഞ്ഞ നന്മയും ഒരുപാട് തിന്മയും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറഞ്ഞ നന്മ ഗൾഫിൽ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. നാട്ടിലൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാ. പക്ഷെ അതിനേക്കാൾ വലിയ തിന്മ ഗൾഫ് കൊണ്ടുണ്ടായി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. എൻ്റെ നിങ്ങളെല്ലാം ക്ഷമിക്കണം, അവിടെ നല്ല പ്രശ്നം അവർ മൈക്ക ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ പ്രശ്നം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ നാഫിയായ ഇൽമിനെ തരട്ടെ, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് മക്കളോട് ഇടപഴകുക, ഇത് വന്നത് സത്യത്തിൽ ഗൾഫ് കൊണ്ടാണ്. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ കൊണ്ടുവന്നു. ഈ ദോഷം എൻ്റെ കൂടെ വരണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, ഈ പറയുന്നതിനൊക്കെ ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദേഷ്യമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഗൾഫ് മനുഷ്യന്മാർക്ക് വേണ്ടിയില്ലായിരുന്നു. ഗൾഫ് കൊണ്ട് ഗുണത്തിനേക്കാൾ ദോഷം ഉണ്ടായി, വളരെ വലിയ ദോഷം. എന്റെ ഗൾഫ് കൊണ്ടുണ്ടായത്, ഒന്ന് വിവാഹത്തിന്റെ അർത്ഥം ഗൾഫ് നഷ്ടപ്പെടുത്തി. വിവാഹത്തിന്റെ അർത്ഥം തന്നെ ഗൾഫ് നഷ്ടപ്പെടുത്തുകയുണ്ടായി. എന്താ വിവാഹത്തിന്റെ അർത്ഥം? ഹബീബായ നബി പറഞ്ഞു, പ്രായപൂർത്തിയായ ആൾ എപ്പോഴും ഉടനെ കല്യാണം കഴിക്കണം. ഫഇന്നഹു അഹ്സനു ലിൽ ഫർജി, അത് ഗുഹ്യസ്ഥാനത്തിന് വളരെ സംരക്ഷണം നൽകുമെന്ന് ഹബീബായ നബി. കാരണം പെണ്ണ് കൂടെ ഉണ്ടാവുമ്പോൾ അവന് ഗുഹ്യസ്ഥാനത്തിന് സംരക്ഷണം ഉണ്ടാവും. മറ്റൊരു പെണ്ണിനെ കുറിച്ച് അവൻ ആലോചിക്കുകയില്ല, വേറൊരു പെണ്ണിനെ പറ്റി ചിന്തിക്കുകയില്ല, ആലോചിക്കുകയില്ല. ഇത് സത്യത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഗൾഫ് കൊണ്ട് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? എല്ലാവരും ഗൾഫ് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞ, ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഇതിന് അനിയന്ത്രിതമായി വളരുന്ന രീതി, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞാൽ ഗൾഫിൽ കൂടുന്ന ഇന്നത്തെ അനിയന്ത്രിതമായ സമ്പ്രദായത്തെ വളരെ ഗൗരവമായി നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു. കേരളത്തിൽ പ്രതിരോധശേഷി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട സമൂഹ മുസ്ലിമീങ്ങളാകാൻ കാരണം ഗൾഫാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ അത് കണ്ടെത്തിയ ഒരു സത്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് തുറന്നു പറയാം. ഗൗരവമുള്ള വിഷയമാണ്. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി, ഗുണമായിരുന്നു. പക്ഷേ ദാരിദ്ര്യമല്ലല്ലോ വിഷയം. റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ ഉദ്യോഗമല്ലല്ലോ ബാപ്പാന്റെ ഉദ്യോഗം. റിസർവ് ബാങ്കിന്റെ ഗവർണറെ ഉദ്യോഗമാണ് ബാപ്പാന്റെ ഉദ്യോഗമെങ്കിൽ മോശപ്പെട്ട ബാപ്പയാണ് മുഹമ്മദ് നബി എന്ന് പറയേണ്ടി വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ മാ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അനസ്തൗഖിനു നാറാ. ഞങ്ങൾ 2 മാസമൊക്കെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ, ആയിഷ ബീവി പറയാണ് റളിയല്ലാഹു അൻഹാ, 2 മാസം മുസ്തഫ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവും. ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹാ, ഒരു തീ പോലും റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹാ, ഉമ്മാന്റെ സ്ഥാനത്താണ് ആയിഷ ബീവി ചോദിച്ചു, ഉമ്മ പിന്നെ എങ്ങനെയാണ് പാർത്തിരുന്നത്? അപ്പോൾ പറഞ്ഞു, ഇടക്കിടക്ക് ഞങ്ങൾക്ക് എന്നെ കാരക്ക് കിട്ടും, ആ കാരക്കും ചോലയിൽ കൊണ്ടുവരുന്ന പച്ചവെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ആയിഷ ബീവി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ഗവർണർ ഉദ്യോഗമാണ്, നോട്ടടിച്ച് ഉദ്യോഗം കൊടുക്കുന്ന ഉദ്യോഗമാണ്.
عند أخيه أو نحوه في بيت واحد مهما كان الظروف. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ പെണ്ണുങ്ങളെയും ഭാര്യയെയും ജേഷ്ഠാനുജന്മാരെയും ഒരു വീട്ടിൽ, സ്വന്തം ജേഷ്ഠാനുജന്മാരെയും അവന്റെ ഭാര്യയെയും ഒരു വീട്ടിൽ തനിച്ചാക്കാൻ പാടില്ലാത്തതാണ്. ലൗ കാന ലഹു, ശരിക്ക് സൗദി ഔഖാഫിന്റെ ഫത്വ, ലൗ കാന ലഹു മിൻ ഔസഖിന്നാസ്, ഏറ്റവും ദീനിയായ ഉറപ്പുള്ള ആളാണ് ഈ ജേഷ്ഠാനുജനെങ്കിൽ പോലും, മിൻ ഔസഖിന്നാസ് വ അസ്ദഖിന്നാസ്, ഏറ്റവും സത്യം പുലർത്തുന്ന മുത്തഖിയായ മനുഷ്യനാണ് എങ്കിൽ പോലും, വ അബർരിന്നാസ്, ഏറ്റവും നല്ല മനുഷ്യനാണ് എങ്കിൽ പോലും പാടില്ല. എന്തുകൊണ്ട്? ഫഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, രക്തം നടക്കുന്നിടത്ത് മുഴുവനും ശൈത്താൻ നടക്കുമെന്ന് മുഹമ്മദ് നബി. പ്രഗൽഭ സ്വഹാബിയാണ് വ്യഭിചരിച്ചു പോയത്. നഊദുബില്ലാഹ്. പ്രഗൽഭ സ്വഹാബി, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായി, വ്യഭിചരിച്ചു. ഞങ്ങളോട് എന്നല്ലേ പറഞ്ഞത്? മാഇസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭ സ്വഹാബിയല്ലേ, പ്രഗൽഭ സ്വഹാബിയല്ലേ, എറിഞ്ഞു കൊന്നില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ സാഹചര്യത്തിൽ എറിഞ്ഞു കൊന്നാൽ അതോടുകൂടെ ആ തെറ്റ് ഭൂമിയിൽ ഇല്ലാതെയാകുമെന്ന അഭിപ്രായമുണ്ട്. ഇന്നങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഒരാൾ എറിഞ്ഞാൽ അത് ഏറുവാവില്ല. എന്തുകൊണ്ട്? നീ തൽക്കാലം പള്ളി കമ്മിറ്റി എറിഞ്ഞാൽ അത് ഏറാവില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട, അതാവില്ല. എന്തുകൊണ്ട്? അത് സ്റ്റേറ്റിന്റെ നിയമമാണ്, അത് ഭരണകൂടത്തിന്റെ നിയമമാണ്, അത് പബ്ലിക് കയ്യിലെടുക്കാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കുക. ഭർത്താവിന്റെ ചേട്ടൻ, അനുജൻ, ഭാര്യ, പെണ്ണ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക താനി ഹറാമാണ് ഇന്നത്തെ രീതി. അതേപോലെ തന്നെ സഹോദരന്റെ ഭാര്യയെ ഒരാൾ ഒറ്റക്ക് കാറിൽ കൊണ്ടുവരിക, സഹോദരന്റെ ഭാര്യയെ താനി ഹറാമാണ്, ഖൽവത്ത് ഹറാമാണ്. വിവാഹം ചെയ്യാൻ അനുവദനീയമായ പെണ്ണിനോടുകൂടെ ഒരു വാഹനത്തിൽ ഒരുമിച്ച് കൂടൽ, ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടൽ, ഒരു റൂമിൽ ഒരുമിച്ച് കൂടൽ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. താനി ഹറാം. ഒരു നിർവാഹമില്ല. കാറിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ബസ്സിൽ കൊണ്ടുവരിക. ബസ്സും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? ബസ്സാവുമ്പോ മറ്റുള്ളവരൊന്നും സാധാരണയായി ശ്രദ്ധിക്കാത്ത വാഹനമാണ്. ഏത് തമ്മാടികൾക്കും യാത്ര ചെയ്യാൻ പറ്റിയ വാഹനമാണ് ബസ്. അത് കയറിയ അവിടെ പോവും. ആർക്കാ? അവരെവിടെ ഇറങ്ങി പോയി. രക്തം നടക്കുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിക്കും. ഇത് പറയണ്ടേ? ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ. അതുകൊണ്ട് പറയാം, നിങ്ങളിനോട് ക്ഷമിക്കണം. ജേട്ടന്റെയോ അനുജന്റെയോ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഭാര്യമാരെ ഒരാള് സ്വന്തം കാറിൽ കൊണ്ടുവന്നു, കൂടെ വേറുള്ള പെണ്ണുങ്ങളോ മറ്റു മെഹറമുകളോ ഇല്ല. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുണ്ട്, പക്ഷേ ഇവന് ഫാസിഖുദ്ദുനിയാ, ബമ്പനപ്പോഴത്തെ ഒരു ഫാസിഖാണ്. ബേക്കിലേക്ക് കൊണ്ട് കൈയിട്ടാൻ പറ്റും, അറിഞ്ഞാത്തവനൊരു പ്രശ്നമല്ല. അങ്ങനെയാണ്. ഉദാഹരണം പറയാം, ഞാൻ തുറന്നാണ് പറയാം. ഒക്കെ നീ പറയാല്ല, നിർവാഹം പറയാണ്, ഞാൻ ഒക്കെ പറയാം. ശ്രദ്ധിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കുക. അങ്ങനെയാണ്. അതെ, അല്ലെങ്കിൽ ഇന്ന് നടപ്പുള്ള ഏറ്റവും വലിയ കൊടിയ രീതി, ഭർത്താവിന്റെ ചേട്ടന്റെയോ അല്ലെങ്കിൽ കൂടുതലും അനുജന്റെയോ കൂടെ വയറ്റത്തിങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ പോവാ. കുഴപ്പമൊന്നുമില്ല, വേഗം എത്തിക്കിട്ടും നരകത്തിലേക്ക്. വേഗത്തും, നേരം പോകില്ല, പെട്ടെന്നാണ് വേഗത്തും, താമസിക്കൂല. നല്ല ഹൈവേ പോക്കാണ് പോണെങ്കിൽ താമസിക്കൂല, വേഗമാണ് എത്തിക്കിട്ടും. ഭർത്താവിന്റെ ചേട്ടന്റെയോ അനുജന്റെയോ കൂടെ മോട്ടോർ സൈക്കിളിൽ പോവുക, പെണ്ണുങ്ങൾ പോകൽ തനി ഹറാമാണ്. ഇതൊന്നിവിടെ ഇല്ലായിരുന്നു, ഇതിവിടെ കൊണ്ടുവന്നു. പലർക്കും അതിലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിവിടെ അടുത്ത കാലത്ത് വന്ന ചില സമ്പ്രദായങ്ങളാണ്. തനി ഹറാമാണ്. അല്ലെങ്കിൽ ഇത് തനി ഹറാമാണ്. മോട്ടോർ സൈക്കിളിൽ പോവുക എന്നുള്ള വിഷയമല്ല ഇന്ന് പറയുന്നത് വേറെ വിഷയമാണ്. ഭർത്താവിന്റെ ചേട്ടന്റെയോ അനുജന്റെയോ ഭർത്താവ് ഗൾഫിൽ മരിച്ചാൽ ഇവളുടെ അടുത്ത ഭർത്താവാണല്ലോ ഇവൻ. അങ്ങനെയാണല്ലോ സാധാരണ ഉണ്ടാവാറുള്ളത്. കുറച്ച് പൊടി ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയാണല്ലോ രീതി. അപ്പോൾ ഇവളുടെ ഭർത്താവാൻ സാഹചര്യമുള്ള
പുരുഷനാണിത്. ഇത് ഹറാമാണ്, ഇത് തനി ഹറാമാണ്, തനി ഹറാമാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഗൾഫാണ്. പറയാൻ നിൽക്കാൻ നിർവാഹമില്ല. നീർക്കുമിളകൾ പോലെ ചീട്ടുകൊട്ടാരങ്ങളായി കുറെ കെട്ടിടങ്ങൾ ഉണ്ടാകലല്ല ഇസ്ലാമിന്റെ സംസ്കാരം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് മലബാറി പറയുന്നത് യത്തീംഖാനയാണ്. എന്തിന്? യത്തീംഖാനയാണോ ഇസ്ലാം മതം? പള്ളിയാണോ ഇസ്ലാം മതം? പള്ളി ഉണ്ടാക്കൽ കൂടിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നല്ലേ ഹദീസ്? പള്ളി ഉണ്ടാക്കൽ നിർത്തിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നല്ല, പള്ളി ഉണ്ടാക്കൽ കൂടിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നാണ്. പള്ളി ഉണ്ടാക്കലൊക്കെ നിർത്തിയാലോ ഇനിയിപ്പോ ഖിയാമത്ത് നാൾ ഉണ്ടാക്കല്ലാതെ നിർവാഹമില്ലല്ലോ എന്നെഴുതി ഉണ്ടാക്കല്ല. മസാജിദുഹും ആമിറ, മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. വലിയ വലിയ പള്ളി ഉണ്ടാക്കും അവരെന്നല്ലേ പറഞ്ഞത്? പള്ളി ഉണ്ടാക്കൽ കമ്മിയാകലല്ല ഖിയാമത്ത് നാൾ, പള്ളി ഉണ്ടാക്കൽ കൂടുതലാണ്. പള്ളിയല്ല ഇസ്ലാം മതം, അതൊരു ചിഹ്നാണ്. അവിടെ ദീൻ ഉണ്ടെങ്കിൽ ചിഹ്നാണ്, അല്ലെങ്കിൽ അത് തല്ലിന്റെ ചിഹ്നാണ്, അല്ലെങ്കിൽ അത് വഴക്കിന്റെയും ഗ്രൂപ്പ് വഴക്കിന്റെയും തല്ലിന്റെയും വക്കാണത്തിന്റെയും ചിഹ്നമാണ്, അല്ലെങ്കിൽ പോലീസ് നിരങ്ങുന്ന ചിഹ്നമാണ്. ദീനിന്റെ ചിഹ്നമാവാം, ദീനല്ലാത്തതിന്റെ ചിഹ്നമാവാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കാമീ പറയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പള്ളി നല്ലതാണ്, പള്ളി നല്ലതാണ്. അവിടെ ഹിദായത്തുണ്ടെങ്കിൽ എന്നാൽ അന്ത്യനാളിലെ ധാരാളം പള്ളി. വഹിയ ഖറാബുൻ അനിൽ ഹുദാ. എന്റെ ഇസ്ലാമിന്റെ ചിഹ്നം, ഇസ്ലാമിന്റെ ചിഹ്നം എന്നാൽ അമ്പര ചുംബികളായ മിനാരങ്ങളല്ല. ഇസ്ലാമിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കുറെ കോളേജുകളോ അറബി കോളേജുകളോ അതൊക്കെ മനുഷ്യന്മാര് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഏത് ശരിയാത്ത് കോളേജ് ഏത് ഫാസിക്കിനും ഉണ്ടാക്കാവുന്നതാണ്. ഏത് ഫാസിക്കിനും ഉണ്ടാക്കാം. ഒരു ഫാസിക്കായ ഒരാൾക്ക് ശരിയാത്ത് കോളേജ് ഉണ്ടാക്കാവുന്നതാണ്. അതൊക്കെ എപ്പോഴും ഉണ്ടാകാവുന്ന അന്നൊരു ഒരു വിഷയമല്ല. അതൊന്നുമല്ല ദീൻ. അതൊക്കെ ദീനുമാണ്. എന്നാൽ എപ്പോൾ ദീനാണ്? ആ ശരീഅത്തനുസരിച്ച് ആ ജനത ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ദീനാണ്, ഇല്ലെങ്കിൽ അതെന്റെ ദീന. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മിനിഞ്ഞാന്ന് പ്രസംഗിച്ചു. മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദേശ മദ്യം ഒഴുകുന്നത്. ഏതാണ് ഈ മലപ്പുറം ജില്ല? ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ജില്ലയാണത്. ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ജില്ലയാണ്. ഉലമാക്കളുടെ ആസ്ഥാനമാണത്. അതിന്റെ ഒക്കെ വലിപ്പത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. വഹിയ ഖറാബുൻ അനിൽ ഹുദാ. ആ ശരീഅത്തനുസരിച്ച് സംസ്കാരം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചിഹ്നങ്ങളിൽ എന്തർത്ഥമാണുള്ളത്? ഇത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജേട്ടന്റെയോ അനുജന്റെയോ കൂടെ പെണ്ണുങ്ങളെ ഗൾഫിലേക്ക് കയറ്റിവിടുക, അല്ലെങ്കിൽ അത്യാവശ്യം 5 വക്ത് നിസ്കരിക്കുന്ന നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അയൽവാസിയായ ചെക്കന്റെ കൂടെ പെണ്ണിനെ മരുമോളെ ഗൾഫിലേക്ക് കയറ്റിവിടുക. എന്നിട്ട് ഇവിടെയും ഓക്കെ ആക്കുക, അവിടെയും ഓക്കെ ആക്കുക, ഇവിടെ ഓക്കെ ആക്കുക, അവിടെയും ഓക്കെ ആക്കുക. ഇവിടെ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയുന്നവരെ വാപ്പ ഇവിടെ ഓക്കെ ആക്കുക, അവിടെ നേരെ ഫ്രണ്ട് ഡോറിൽ നിന്ന് വന്നിട്ട് മോനും ഓക്കാക്ക, പിന്നെ അതിൻ്റെ ഇടക്കാര ഓക്കാക്ക. ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്. ഷാർജയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് യന്ത്രത്തകരാറ് മൂലം എവിടെയെങ്കിലും ഒന്നിരിക്കൽ കൽക്കത്തയിൽ ഇറക്കാവുന്നതാണ്. പാസ്പോർട്ടിൽ കാണിക്കുക, യാത്രാരേഖയിൽ കാണിക്കുക, ഒന്നിരിക്കൽ ഭാര്യ ഭർത്താവ് എന്നായിരിക്കും. ഇവർക്ക് കൂടെ റൂം ലഭിക്കാവുന്നതാണ്, ലഭിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ആവുന്നതാണ്. അല്ലെങ്കിൽ ബോംബെയിൽ ഇറങ്ങാവുന്നതാണ്. എല്ലാ വാതിലുകളെയും ബഹുമാനപ്പെട്ട ശറഅ് എതിർത്തിരിക്കുന്നു. നിനക്ക് നിന്റെ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ നീ തന്നെ വരേണ്ടതാണ്, അല്ലെങ്കിൽ അവളെ ബാപ്പാനെ കൂട്ടയക്കണം, അല്ലെങ്കിൽ നിന്റെ ബാപ്പയാവേണ്ടതാണ്. അല്ലാത്ത രീതി ഹറാമാണ്, അല്ലാത്ത രീതി ഹറാമാണ്. ഭർത്താവിന്റെ ചേട്ടന്റെയോ അനുജന്റെയോ കൂടെ ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നത് ഹറാമാണ്. മഹുമാക്കാനലംറു, എത്ര നിർഭയമായ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും, വലൗകാന മിൻ അസ്ദഖിന്നാസി വഅബറിന്നാസി വഅത്ഖന്നാസി, എത്ര നല്ല മനുഷ്യനാണെങ്കിൽ പോലും ഈ കൊണ്ടുപോകുന്ന ആൾ ഹറാമാണ്. എങ്ങനെയാണെങ്കിൽ ഹറാമാണ്. അങ്ങനെയാണെങ്കിൽ ഹറാമ് കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പം ഇത് പറയുന്നത്.
ഇതില്ലാത്ത വീടുണ്ടാവില്ല. എന്താ ചെയ്യണത്? നമ്മളെ കാത്തിരക്ഷിക്കട്ടെ റബ്ബേ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. എന്താണെങ്കിലും ഹറാമാണ്, ഹറാമാണ്, തനി ഹറാമാണ്. അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുജന്മാര് ഒരു പെണ്ണിനെ തുണക്ക് വേണ്ടി ഒരു വീട്ടിലേക്ക് വരിക ഹറാമാണ്. ഈ തുണക്ക് വരുന്ന കുട്ടി, രാത്രിയിൽ തുണക്ക് വരുന്ന കുട്ടി, പെണ്ണിന് പേടിയാണ്, അവൾ ഒറ്റക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ അനുജൻ ചെക്കൻ, സ്കൂളിൽ പോകുന്ന ചെക്കൻ ഇവിടെ വന്ന് രാത്രി കിടക്കും. ഹറാമാണ്, അത് ഹറാമാണ്, അത് ഹറാമാണ്. പെണ്ണുങ്ങളുടെ കൂടെ നിർത്താവുന്ന കുട്ടികൾ പെണ്ണുങ്ങളുടെ ഔറത്തിനെ കുറിച്ച് അറിയാത്ത കുട്ടികളെ നിർത്താവുന്നതാണ്. ഇന്നത്തെ 10 വയസ്സായ കുട്ടികൾ വരെ ബ്ലൂ ഫിലിം കൊണ്ട് പന്താടുകയാണ്. പറ്റൂല, നടക്കൂല. 4 വയസ്സായ കുട്ടിയെ നിർത്താം, അത് നിർത്തിയിട്ട് അതും കൂടി ഒരു ശല്യം എന്നല്ലാത്തൊരു നേട്ടം അതില് ഇല്ല. നിങ്ങൾ പറയ്, പഴയ കാലത്തും ഈ കാലത്തും ഈ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങളുടെ ഗോപ്യാവയവങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികളെ പെണ്ണുങ്ങളെ കൂടെ നിർത്താവുന്നതാണ്. ഇന്ന് പേരാണ് ആ കുട്ടി. ഇന്ന് കുട്ടികളെ കയ്യിൽ മുഴുവനും മോർഫിംഗ് നടത്തുന്ന മൊബൈലാണ്. മൊബൈലില് ടീച്ചറെ വരെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലൂ ഫിലിമിന്റെ ആക്ട്രസിന്റെ ഉടല് നേരെ ടീച്ചർക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഉണ്ടല്ലോ, പിടിച്ചല്ലോ, ഇവിടെ പിടിച്ചിട്ടുണ്ടല്ലോ, കോഴിക്കോട് ജില്ലയിൽ പിടിച്ചിട്ടുണ്ടല്ലോ പോലീസ്. കോഴിക്കോട് ജില്ലയിൽ പോലീസ് പിടിച്ച സംഭവമാണ്. ടീച്ചറെ മൊബൈൽ ഫോൺ ക്യാമറ 10 വയസ്സായ കുട്ടി. ഇന്നത്തെ 10 വയസ്സായ കുട്ടികളിൽ ഗണ്യമായ ശതമാനം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേ, കേരളത്തിലെ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 30% വിദ്യാർത്ഥികൾ ബ്ലൂ ഫിലിം കാണുന്നവരാണ്. അതിലേറിയ പങ്കു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മലബാറിലാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ ബ്ലൂ ഫിലിമുള്ള ജില്ല കോഴിക്കോട് ജില്ല ആയിരിക്കും എന്നാണ് ഒരു കണക്ക്. ഏറ്റവും കൂടുതൽ ബ്ലൂ ഫിലിം ഒഴുകുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ആ നിലക്കെങ്കിലും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയത് വലിയൊരു നേട്ടമാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ തന്നെയാണ്. പറയല്ലാതെ നിർവാഹമില്ല, പറയല്ല. ഈ ജാതി 10 വയസ്സായ കുട്ടിയെ ബ്ലൂ ഫിലിം വാങ്ങുന്ന കാണുന്നവര് കുട്ടിയെ മൂത്തച്ഛന്റെ കൂടെ നിർത്തിയാൽ പിന്നുള്ള സാഹചര്യം എന്താ? കുട്ടികളെ നിർത്താം. അതേതാ കുട്ടി? പെണ്ണുങ്ങളുടെ ഔറത്തിനെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികൾ. നമ്മളെ 10 വയസ്സിലൊന്നും ബോധമില്ലായിരുന്നു. 8 വയസ്സ് 10 വയസ്സിനും ബോധമില്ല. അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റി ഒരു ബോധമില്ല. എന്നോടിപ്പോൾ ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു 10 മിനിറ്റൊക്കെ ബ്ലൂ ഫിലിം കാണാവുന്ന മൊബൈൽ ഉണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. എനിക്ക് വലിയ അത്ഭുതം, മൊബൈലിൽ ബ്ലൂ ഫിലിം കാണാൻ എനിക്ക് അത്ഭുതമായി. അങ്ങനെ ഞാൻ ഇവിടെ പൂവാട്ടുപറമ്പിൽ പ്രസംഗിച്ചു. ഇവിടെ ഈ പൂവാട്ടുപറമ്പിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 10 മിനിറ്റൊക്കെ ബ്ലൂ ഫിലിം കാണാവുന്ന മൊബൈൽ ഉണ്ട് അത്രയും. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു 3 മണിക്കൂർ കാണാവുന്ന മൊബൈൽ ഉണ്ട്. ഇത് അന്നത്തെ സാഹചര്യം. ഇതാരാ ഉപയോഗിക്കുന്നത്? സ്കൂൾ വിദ്യാർത്ഥികൾ. ഈ കുട്ടികളെ പെണ്ണുങ്ങളെ കൂട്ടത്തിലേക്ക് വിട്ട എന്താവും അവസ്ഥ? ഞാൻ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ആ 2 വാക്കിന്റെ അർത്ഥം അറിയും, ഞാൻ വിശദീകരിക്കണില്ല. ഈ ജാതി 10 വയസ്സുകാരായ പിള്ളേരെ പോലും പെണ്ണുങ്ങളെ വീട്ടിലേക്ക് വിട്ടാൽ, പെണ്ണുങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വിട്ടാൽ, 2 വർഷമായി ഭർത്താവ് നാട്ടിൽ വരാത്ത പെണ്ണിനെയും ഇങ്ങനെയുള്ള കുട്ടികളെയും ഒരു വീട്ടിൽ താമസിച്ചാൽ, റൂമിൽ താമസിച്ചാൽ ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഞാനല്ലേ ഇത് പറയേണ്ടത്? പറയേണ്ടി വന്നുകൊണ്ട് പറയാൻ ക്ഷമിക്കണം. പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയുള്ളൂ. പെണ്ണുങ്ങളുടെ ഗോപ്യാവയത്തെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികൾ എന്നാ പറഞ്ഞത്. ആ കുട്ടികൾ ഇന്ന് 4-5 വയസ്സുള്ള കുട്ടികളാണ്. അതിന്റെ പരിധി വിട്ടാൽ പിന്നെ പ്രശ്നമാണ്. 5-7 വയസ്സായ കുട്ടികൾ, 7 വയസ്സായ കുട്ടികൾക്കൊക്കെ എല്ലാ ആക്ട്രസിനെയും കറക്റ്റ് ചെയ്ത് അറിയും. ഇല്ലേ 7 വയസ്സായ കുട്ടികൾക്കൊക്കെ അറിയാം. എല്ലാ ആക്ട്രസിനെയും അറിയും, എല്ലാവരും അറിയാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇത് മുഴുവനും പ്രശ്നമാണ് നമ്മുടെ സാമൂഹിക ക്രമത്തിൽ. അടുത്ത കാലഘട്ടമായി ഇതൊക്കെ വന്നു പോയതാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടുമര്യാദ.
ഇടപഴകുന്നിടത്ത് ശ്രദ്ധിക്കുന്നത് പോലെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടപഴകുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. യാ നിസാ അന്നബിയ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ فيطمع الذي في قلبه مرض وقلنا قولا معروفا. സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ വചനം. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ഉടനെ ശ്രദ്ധിക്കുക. ഗൗരവമുള്ള വിഷയം പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഉണർത്തി എളാപ്പ മൂത്താപ്പന്മാരിലെ പെങ്ങന്മാര് എന്ന് പറയുന്ന രീതി, ആ നിലക്കൊരു സഹവാസം എന്ന സമൂഹത്തിലുണ്ടല്ലോ, ഹറാമാണ്. മനസ്സിലായില്ല? എളാപ്പാൻ്റെ മോള് പെങ്ങൾ എന്ന് പറയുന്നത് ആലങ്കാരികമാണ്. സത്യത്തിൽ അത് പെങ്ങൾ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? എളാപ്പാൻ്റെ മോളെ നമ്മൾ പെങ്ങൾ എന്ന് പറയും, മൂത്താപ്പാൻ്റെ മോളെ പെങ്ങൾ എന്ന് പറയും. അതൊക്കെ ആലങ്കാരികമാണ്, പെങ്ങളല്ല. വിവാഹബന്ധം ജായിസായതല്ലേ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അത് ആലങ്കാരിക പ്രയോഗം. അത്തരം ആളുകളെ കൂട്ടി പോവാ, റൂമിലിരിക്കാതെ ഒക്കെ ഹറാമാണ്. ശ്രദ്ധിക്കണം, അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്. ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഹറാമായതല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. മുസ്ലിം എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല. ഇങ്ങനെയാണ് നിയമം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാൻ കിതാബടക്കം വളരെ രേഖ, ഖുർആൻ, ആയത്ത്, ഹദീസൊക്കെ വിശദീകരിച്ചു.